ഹായ്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഞാനപ്പോ വൈറ്റ് ബോർഡ് ട്യൂഷനിലെ ഇംഗ്ലീഷിന്റെ ടീച്ചറാണ്. 6th സ്റ്റാൻഡേർഡും 8th സ്റ്റാൻഡേർഡും ഒക്കെ ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ നമുക്കിന്ന് 8th സ്റ്റാൻഡേർഡിന്റെ ലൈവ് സെഷനാണ് നടക്കുന്നത്. അപ്പൊ ഈ ഒരു ലൈവ് സെഷനിലൂടെ നമ്മൾ നടത്തുന്നത് വരുന്ന മിഡ് ടേം എക്സാം ആയിട്ടുള്ള ക്രിസ്മസ് എക്സാമിന് യൂണിറ്റ് 3യും 4ഉം ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അവിടുന്നാണ് ക്വസ്റ്റ്യൻസ് മെയിൻലി വരുന്നത്. സോ ആ ഭാഗം ഒന്ന് റിവൈസ് ചെയ്ത് പോയിട്ട് അവിടെ വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ കൊല്ലത്തെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് റിവൈസ് ചെയ്ത് പോവാണ് ഈ ഒരു ലൈവ് സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ ലൈവ് സെഷൻ തുടങ്ങുകയാണ്. നമ്മൾ യൂണിറ്റ് 3 ആൻഡ് 4 ആണ് ഇന്ന് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അവിടുന്നാണ് നമുക്ക് മിഡ് ടേം സെക്കൻഡ് ടേം എക്സാമിന് ക്വസ്റ്റ്യൻസ് മെയിൻലി വരുന്നത്. ഫസ്റ്റ് പാർട്ടൊന്നും ഉണ്ടാവും, പക്ഷെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ യൂണിറ്റ് 3 ആൻഡ് 4 ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വെൽക്കം. നമുക്ക് ആദ്യം ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം. ലൂസി ക്ലിഫോർഡ് ആണ് എഴുതിയിട്ടുള്ളത്. ദ ലൈറ്റ് ഓൺ ദ ഹിൽസ്, കുന്നിൻ മുകളിലെ വെളിച്ചം എന്നാണ് ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഈസി ആയിട്ട് തോന്നാൻ മതി, എന്നാലും ഞാൻ പറയാണ്. ഇതൊരു സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇതിലൊരു ബോയും അവന്റെ ലിറ്റിൽ സിസ്റ്ററും കൂടെ ഒരു പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫീൽഡ്, ഒരു പാടത്തേക്ക് പോവാണ്. പാടം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഫീൽഡാണ്. അപ്പൊ അവിടെ പോയിട്ട് ഒരു പെയിന്റ് ചെയ്യണം അവന്റെ ഒരു വലിയ ആഗ്രഹമായിരിക്കും. അവനൊരു ആർട്ടിസ്റ്റ് ആവണം. അങ്ങനെ അവന് പെയിന്റ് ചെയ്യാൻ വേണ്ടി ലിറ്റിൽ സിസ്റ്ററുടെ കൂടെ അവിടെ പോകുന്നു. അപ്പൊ ലിറ്റിൽ സിസ്റ്റർ അവനേക്കാളും ചെറിയതല്ലേ. അപ്പൊ അവള് പറയുന്നുണ്ട് അവൻ പെയിന്റ് ചെയ്യുന്നത് കണ്ടിട്ട്, ആ മരം ഒന്നും ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ആകാശത്തിന് നീല നിറമൊന്നും അത്രയ്ക്ക് വന്നിട്ടില്ല, പിക്ചർ പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അവരവിടുന്ന് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ തിരിച്ചു പോവാണ്. അങ്ങനെ ഒരു ദിവസം ഈ ലിറ്റിൽ സിസ്റ്റർ മരണത്തിന് ഉറങ്ങുന്നതിനിടയിൽ മരിച്ചു പോവാണ്. അത് ആ ഫാമിലിക്ക് വലിയൊരു ട്രാജഡി ആയിരിക്കും. അങ്ങനെ ഇവന് ഭയങ്കര സങ്കടമാവും, ബ്രദറിന്. അപ്പോ ലിറ്റിൽ സിസ്റ്ററുടെ കൂടെ അന്ന് പിക്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നില്ലേ, പക്ഷെ അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇവന് ആകെ വിഷമാവും. പക്ഷെ അന്ന് അവൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ പിക്ചർ എനിക്ക് വേണ്ടിയിട്ട് ബ്രദർ ഫിൽ ചെയ്യണം, അതായത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷൻ, അവളുടെ ആ വാക്കുകൾ അവനൊരു ഇൻസ്പിറേഷൻ ആയിട്ട് അവന് വീണ്ടും അവള് മരിച്ചതിന് ശേഷം വീണ്ടും ആ പിക്ചർ വരയ്ക്കുന്നുണ്ട് ആൻഡ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പിക്ചർ കണ്ടിട്ട് കാണാൻ വന്ന ആളുകളുണ്ടാവും, ഓഡിയൻസ് വരുമല്ലോ പിക്ചറൊക്കെ, നല്ല പിക്ചറൊക്കെ വരച്ചാല്. അങ്ങനെ ഓഡിയൻസ് വന്നിട്ട് ഓഡിയൻസ് ഭയങ്കര നല്ല അഭിപ്രായം പറയുന്നു, നല്ല ഭംഗിയുള്ള പിക്ചർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ ഇവന് ഭയങ്കര സന്തോഷമാവും. കാരണം എന്താണ്, സിസ്റ്ററുടെ ആ ഒരു മോട്ടിവേഷൻ ആണ് ഇവന് ആ പിക്ചർ ഫിൽ ചെയ്യാൻ കാരണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ് ദ ലൈറ്റ് ഓൺ ദ ഹിൽസ്, ലൂസി ക്ലിഫോർഡ് എഴുതിയിട്ടുള്ള ദ ലൈറ്റ് ഓൺ ദ ഹിൽസ്. അപ്പൊ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓവർവ്യൂ പറഞ്ഞു പോവാണ്. ചാപ്റ്റർ മൊത്തത്തിൽ ലൈൻ ബൈ ലൈൻ എടുത്ത് പോവാന്ന് പറയുന്നത് പോസിബിൾ അല്ല. ലൈവ് ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് എന്തൊക്കെ വരും എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡയറി എൻട്രി, ഒരു ഡയറി എഴുതാനും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ലെറ്റർ, ഒരു കത്ത് ആൻഡ് ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ അറിയൂലേ, ആ പാഠത്തിലുള്ള ഏതെങ്കിലും ഒരാളുടെ ഒരു ചാപ്റ്റർ തന്നിട്ട് ആ ചാപ്റ്ററിലുള്ള ഏതെങ്കിലും ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച്, അയാളുടെ ഒരു സവിശേഷത എന്തൊക്കെയാണെന്ന് എഴുതാൻ പറയും. അപ്പൊ ഈ ചാപ്റ്ററിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഈ ബോയും ആൻഡ് ഗേൾ, അവന്റെ ലിറ്റിൽ സിസ്റ്ററും ഈ ബോയും ആണ് ഈ ചാപ്റ്ററിലെ ക്യാരക്ടേഴ്സ്. അപ്പൊ ഇതിൽ ആരുടെയെങ്കിലും ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് എന്തായാലും ചോദിക്കാറുണ്ട്. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് ഈ ബോയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം ചോദിച്ചിട്ടുള്ളത്. ആൻഡ് സ്പീച്ച്, ഒരു സ്പീച്ച് പറയില്ല നമ്മള്, അതാണ് ഒരു ആക്ടിവിറ്റി. അപ്പൊ നമുക്ക് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആദ്യം പറഞ്ഞു പോവാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ചാപ്റ്റർ നല്ല ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ മൊത്തം ടെക്സ്റ്റിൽ അത്യാവശ്യം ലോങ് ആയിട്ടുള്ളതും എന്നാൽ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതായ ഒരു ചാപ്റ്റർ ആണ് ദ ലൈറ്റ് ഓൺ ദ ഹിൽസ്. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ ആക്ടിവിറ്റീസ് കിടക്കാണ്. ഫസ്റ്റ് വരുന്നത് ഒരു ഡയറിയാണ്. ഡയറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ആ ദിവസത്തിൽ ഉണ്ടായ നമ്മളുടെ ഒരു എക്സ്പീരിയൻസും അനുഭവവും, അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് പല സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ചിലപ്പോൾ അത് സങ്കടമായിരിക്കും, ചിലപ്പോൾ അത് ഹാപ്പി മൊമെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ജോട്ട് ഡൗൺ എഴുതി വെക്കൂലേ, ആ സംഭവമാണ് ഡയറി. ഓരോ ദിവസത്തെ കാര്യങ്ങളും അന്ന് രാത്രിയിൽ എഴുതി വെക്കുന്നതാണ്.
അപ്പൊ ഈ ഡയറി എഴുതുന്നതിനൊരു ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ ഫോർമാറ്റ് ആണ് പഠിച്ചു വെക്കേണ്ടത്. അല്ല ഡയറി പഠിച്ച് വെച്ചിട്ട് കാര്യമില്ല. ഫോർമാറ്റ് പഠിച്ചിട്ട് ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ തരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഡയറിന്റെ ഫോർമാറ്റ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു ഡേറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് December 11 തേഴ്സ്ഡേ. നമ്മൾ ഏത് ദിവസമാണോ ഡയറി എഴുതാൻ പോകുന്നത് ആ ദിവസത്തിലെ ഡേറ്റും അതുപോലെ ദിവസത്തിന്റെ പേരുണ്ടാവും. മീൻസ് ഏത് ഡേ ആണോ ആ ഡേയും കൂടെയാണ് നമ്മൾ എഴുതുക. പിന്നെ ഒരു സല്യൂട്ടേഷൻ തുടങ്ങും. സല്യൂട്ടേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഡിയർ ഡയറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യൂലേ, അതാണ് ഈ സല്യൂട്ടേഷൻ. അത് വേണമെന്നില്ല, വേണമെങ്കിൽ കൊടുക്കാം, അത് നല്ലതാണ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്, അതിൽ മസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ മെയിൻ ആയിട്ട് വേണ്ട കാര്യം ഡേറ്റും അതുപോലെ തന്നെ ഡേ നെയിമും ഡേറ്റും ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് കോണ്ടന്റ്, അതായത് നമ്മൾ എന്താണ് ആ ഡയറിയിൽ എഴുതുന്നത്, അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഡേയിൽ നമുക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പോൾ അത് ഹാപ്പി ആണെങ്കിൽ ആ ഹാപ്പി മൊമെന്റ് എഴുതുക. ഇനി അതല്ല എന്ത് എക്സ്പീരിയൻസ് ആണെങ്കിലും അത് എഴുതുക. അപ്പൊ അതാണ് ഒരു ഡയറി എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഈ ചാപ്റ്ററിൽ കഴിഞ്ഞ 2018 ക്വസ്റ്റ്യൻ പേപ്പറിലാന്ന് എനിക്ക് തോന്നുന്നു ഒരു ഡയറി ചോദിച്ചിട്ടുണ്ട്. ഈ ബോയുടെ ഡയറിയിലെ ക്വസ്റ്റ്യൻ എന്താന്ന് ചോദിച്ചാൽ, ഈ ബോയ് സിസ്റ്റർ മരിച്ചതിന് ശേഷം അവന്റെ ആ പിക്ചർ ഫുൾഫിൽ ചെയ്തില്ലേ, അപ്പോ അവൻ പറയുന്നുണ്ട് അവന്റെ സിസ്റ്ററിന്റെ ആ ഒരു മോട്ടിവേഷൻ, അവൾക്ക് വേണ്ടിയിട്ടെങ്കിലും ആ പിക്ചർ വരയ്ക്കണം, ഫുൾഫിൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു മോട്ടിവേഷൻ ആണ് ഈ ബോയ് ലാസ്റ്റിൽ ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ പിക്ചർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആളുകളൊക്കെ വന്ന് അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്, നല്ല ഭംഗിയുള്ള പിക്ചറാണ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ അന്നത്തെ ആ ഒരു ദിവസത്തിൽ അവന്റെ ഡയറിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഡയറി എഴുതുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫോർമാറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ നമ്മൾ ഡേറ്റും അതുപോലെ തന്നെ ഡേ നെയിമും കൊടുക്കണം. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് December 11 തേഴ്സ്ഡേ, അന്നാണ് അവൻ കത്തെഴുതുന്നത്. പിന്നെയാണ് ആ സല്യൂട്ടേഷൻ ഡിയർ ഡയറി. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ നമ്മുടെ തന്നെ ഡയറിയിൽ നമ്മളൊരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമില്ല ഡയറി എന്ന് പറയുന്നത്, നമുക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ ഡിയർ ഡയറി എന്ന് കൊടുക്കുന്നത്. അത് വേണമെങ്കിൽ കൊടുക്കാം, നോട്ട് ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മൾ അന്ന് നടന്നിട്ടുള്ള കാര്യം എഴുതാണ്. അപ്പൊ ഇവിടെ ഇവൻ എന്താ കൊടുത്തിരിക്കുന്നത്, എ ഡേ ഐ വിൽ നെവർ ഫോർഗെറ്റ്, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ എന്താണ്, അവൻ അന്ന് രാത്രിയിൽ എഴുതുന്ന കത്താണ് അല്ലെ, സിസ്റ്റർ മരിച്ചുപോയി, അതിനുശേഷം അവൻ ആ പിക്ചർ ഫില്ലാക്കുന്നുണ്ട്, ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓഡിയൻസ് വന്നിട്ട് നന്നായിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ അവന്റെ സിസ്റ്ററിന്റെ ആ ഒരു വേർഡ്സ് ആണല്ലേ അവൻ ആ പിക്ചർ ഫുള്ളാക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയത് അന്ന് രാത്രി എഴുതുന്ന കത്താണ്. സോ എ ഡേ ഐ വിൽ നെവർ ഫോർഗെറ്റ്, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന്. ഐ കെപ്റ്റ് മൈ പ്രോമിസ് ടു ഹെർ, ഞാൻ അവൾക്ക് കൊടുത്ത ആ വാക്ക് ഞാൻ ഇന്ന് പാലിച്ചു. പിക്ചർ ഫുൾ ചെയ്യുന്നു പറഞ്ഞിട്ടില്ലേ, ആ വാക്ക് ഞാൻ ഇന്ന് പാലിച്ചു. ബട്ട് മൈ ഹാർട്ട് ഫീൽസ് സോ ഹെവി വിത്ത് ഹെർ ആബ്സെൻസ്, പക്ഷെ ഞാൻ ഇന്ന് ഹാപ്പി ആണെങ്കിലും അതോടൊപ്പം തന്നെ ഞാൻ സങ്കടത്തിലുമാണ്. കാരണം എന്താണ്, അവൾ ഇന്ന് എന്റെ കൂടെ ഇല്ല, അവൾ മരിച്ചുപോയില്ല, അവൾ എന്റെ കൂടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്, പക്ഷെ അതുപോലെ തന്നെ സങ്കടത്തിലുമാണ്. ഹൗ വണ്ടർഫുൾ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇഫ് മൈ ലിറ്റിൽ സിസ്റ്റർ വാസ് സ്റ്റിൽ ഹിയർ ടു ഷെയർ ദിസ് മൊമെന്റ് വിത്ത് മീ. എന്റെ കൂടെ ഈ ഒരു മൊമെന്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ അല്ലെ. അപ്പൊ ഇവൻ അവളുടെ ഒരു ഓർമ്മയിൽ എഴുതാണേ. ഷീ ഓൾവേസ് ബിലീവ്ഡ് ഇൻ മീ ദ മോസ്റ്റ് ആൻഡ് വാണ്ടഡ് ടു സീ മീ സക്സീഡ്. അവൾ എപ്പോഴും എന്നിൽ വിശ്വസിച്ചിരുന്നു, അതുപോലെ തന്നെ ഞാൻ എപ്പോഴും സക്സീഡ്, ജീവിതത്തിൽ ഉയർന്ന നിലയിൽ എത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നു. Her words of love and encouragement have been guiding light. അവളുടെ ആ സ്നേഹത്തോടെയുള്ള വാക്കുകളും സംസാരവും അതുപോലെ തന്നെ അവൾ എപ്പോഴും ഇവനെ എൻകറേജ് ചെയ്യാൻ മീൻസ് അവനെങ്ങനെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുക്കും, അതാണ് എൻകറേജ്മെന്റ്. അപ്പൊ ആ പിക്ചറൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അവനൊരു പ്രോത്സാഹനം കൊടുത്തിട്ടുള്ളത് ഇവളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവൻ അത് ഫിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവളായിരുന്നു അവന്റെ ഒരു ഗൈഡിങ് ലൈറ്റ്, അവനെ ഗൈഡ് ചെയ്ത് കൊണ്ട് നടന്നിരുന്നത്, അവനൊരു നയിച്ചുകൊണ്ടിരുന്നത് അവളായിരുന്നു. ഐ ഓ ഹെർ സോ മച്ച്, ഞാൻ അവളോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഓ എന്ന് പറഞ്ഞ കടപ്പെട്ടിരിക്കുക. ഹെർ മെമ്മറി ഗേവ് മീ ദ സ്ട്രെങ്ത് ടു കംപ്ലീറ്റ് വാട്ട് വി വൺസ് ഡ്രീംഡ് ഓഫ് ടുഗെദർ. അവളുടെ ആ ഒരു മെമ്മറി, അവളോടൊപ്പം ഉള്ള ആ ഒരു മെമ്മറീസ് ആണ് ആ ഒരു പിക്ചർ എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചത്. സീയിങ് ദ ജോയ് ഓൺ ദ ഫേസസ് ഓഫ് പീപ്പിൾ ഹു അഡ്മയർഡ് മൈ പെയിന്റിംഗ് ഫിൽ മീ വിത്ത് എ ബിറ്റർ സ്വീറ്റ് പ്രൈഡ്. എന്റെ ആ ഒരു പിക്ചർ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വന്നില്ലേ, അവരുടെയൊക്കെ മുഖത്തുള്ള ആ ഒരു സന്തോഷം കണ്ടപ്പോ എനിക്ക് നല്ല അഭിമാനം തോന്നി. പ്രൈഡ് എന്ന് പറഞ്ഞ അഭിമാനം, നല്ല അഭിമാനം തോന്നി. എവറി ബിറ്റ് ഓഫ് പ്രൈസ് ആൻഡ് എവറി സ്മൈൽ ബിലോങ്സ് ടു ഹെർ.
അവർ തന്നിട്ടുള്ള ഓരോ ആ പുഞ്ചിരിയും അതുപോലെ ഓരോ പ്രൈസ്, ആ ഒരു അഭിനന്ദനവും എല്ലാം ആർക്കുള്ളതാണ്? അവൾക്കുള്ളതാണ് അല്ലെ? അവളല്ലേ ഇതിനെല്ലാം കാരണക്കാരി. അവൾ പറഞ്ഞിട്ടാണ് ഇവൻ ഇങ്ങനെ ഒരു പിക്ചർ പെയിന്റ് ചെയ്തും അവന് ഇത്ര അപ്രീസിയേഷൻ എല്ലാം കിട്ടിയതും. ഈവൻ ദോ ഷീ ഈസ് നോ ലോങ്ങർ വിത്ത് മീ, എന്നിരുന്നാലും അവൾ എന്റെ കൂടെ ഇല്ലെങ്കിലും her spirit continues to inspire me every step of the way. അവളുടെ ആത്മാവ് എന്റെ കൂടെ തന്നെയുണ്ട്, അത് എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവന്റെ ഡയറി അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡയറി എഴുതുക, നമ്മൾ ഒരു ദിവസം നമുക്ക് ഉണ്ടായ ഒരു അനുഭവം. തുടക്കത്തിൽ നമ്മൾ ഡേറ്റ് എഴുതും, അതോടൊപ്പം തന്നെ ആ ഡേ ഏതാണെന്നും കൂടെ എഴുതും. പിന്നെ ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് സല്യൂട്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കാം. ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, മസ്റ്റ് ആയിട്ടും വേണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കോണ്ടന്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്ത് കാര്യത്തിനാണോ ഡയറി എഴുതുന്നത്, ഒരു ദിവസത്തിൽ എന്താണ് നമുക്ക് സംഭവിച്ചത്, ആ ഒരു കോണ്ടന്റ് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതിലെ ഫസ്റ്റ് വൺ ഡയറി ആയിരുന്നു. ആൻഡ് സെക്കൻഡ് വരുന്നത് ഒരു ലെറ്റർ ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി വന്നിട്ട് ഒരു ലെറ്റർ ആണ്, ഒരു കത്ത്. എല്ലാ ആക്ടിവിറ്റീസും, അതായത് ഇങ്ങനത്തെ ഓരോ സംഭവത്തിനും ഓരോ ഫോർമാറ്റ് ഉണ്ടാകും. നമ്മൾ ഫോർമാറ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഫോർമാറ്റ് നമുക്ക് കിട്ടിയാൽ ഈസി ആയിട്ട് നമുക്ക് ഏത് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്ത് വേണം? ഒരു സെൻഡേഴ്സ് അഡ്രസ് വേണം. സെൻഡേഴ്സ് അഡ്രസ് എന്ന് പറഞ്ഞാൽ ഈ ലെറ്റർ എഴുതുന്നത് ആരാണോ ഈ ലെറ്റർ എഴുതുന്നത് അവരാണ് സെൻഡർ. അവരുടെ അഡ്രസ്സ് വേണം. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്കാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ ഞാനാണ് ഇവിടെ സെൻഡർ, എന്റെ അഡ്രസ്സാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ ഒരു ഡേറ്റ് വേണം. ഞാൻ ഏത് ദിവസത്തിലാണോ ലെറ്റർ എഴുതുന്നത് ആ ദിവസത്തിലെ ഡേറ്റ് വേണം. ഇന്നാണ് എഴുതുന്നതെങ്കിൽ ഇന്നത്തെ ഡേറ്റ് കൊടുക്കണം. പിന്നെ ഒരു സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഡയറിയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലെറ്റർ തുടങ്ങുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു സല്യൂട്ടേഷൻ ആണ്. അതായത് നമ്മൾ ആരെയാണോ അഡ്രസ് ചെയ്ത് എഴുതുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നതെങ്കിൽ ഡിയർ ഫ്രണ്ട്സ് അങ്ങനെ എന്തെങ്കിലും എഴുതും. അതല്ല നിങ്ങൾ മദറിന് വേണ്ടിയിട്ടാണ് എഴുതുന്നതെങ്കിൽ ഡിയർ മദർ, ആർക്കാണോ നമ്മൾ എഴുതുന്നത് അവരെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു സല്യൂട്ടേഷൻ. നെക്സ്റ്റ് വരുന്നത് ബോഡി ഓഫ് ദ ലെറ്റർ. ബോഡി ഓഫ് ദ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലെറ്ററിൽ എന്താണോ കണ്ടന്റ് ആയിട്ട് എഴുതുന്നത് ആ ഒരു കണ്ടന്റ് ആണ് ബോഡി. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെക്കണം. സെൻഡേഴ്സ് അഡ്രസ്, പിന്നെ ഡേറ്റ്, ദെൻ സല്യൂട്ടേഷൻ, ദെൻ ബോഡി ഓഫ് ദ ലെറ്റർ. സല്യൂട്ടേഷൻ എഴുതി കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് നെക്സ്റ്റ് ലൈനിൽ വേണം നമ്മൾ ബോഡി എഴുതാൻ. നേരെ സല്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അതിനപ്പുറത്ത് തന്നെ കൊണ്ടുപോയി എഴുതരുത്. സല്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് ഒരു കോമ ഇടണം. കോമ ഇട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനായിട്ടാണ് നമ്മൾ ബോഡി എഴുതേണ്ടത്. അങ്ങനെ ബോഡി എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ റിഗാർഡ്സ് കൊടുക്കൂലേ, അതായത് യുവേഴ്സ് ലവിംഗ്ലി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ പേര് എഴുതാം. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ലെറ്ററിന്റെ ഒരു ഫോർമാറ്റ്. ലെറ്ററിന് ഒരു എക്സാമ്പിൾ നോക്കിയാലോ ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ. The boy finally came up with a wonderful painting appreciated by everyone. ബോയ് അവസാനം നല്ലൊരു പിക്ചർ വരയ്ക്കുന്നില്ലേ, അതെല്ലാവരും നല്ല അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഹിസ് ലിറ്റിൽ സിസ്റ്റേഴ്സ് വേർഡ്സ് were the real inspiration behind his achievement. അവന്റെ ആ ഒരു അച്ചീവ്മെന്റ്, ആ നേട്ടത്തിന് പിന്നിൽ ആരാണ്? അവന്റെ സിസ്റ്ററുടെ വാക്കുകളാണല്ലേ. ഹാവിംഗ് ഹിയർഡ് ഓഫ് ദി അച്ചീവ്മെന്റ് ഓഫ് ദ ബോയ്, ഈ ബോയ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ച് നമ്മൾ അറിഞ്ഞു. യു ഹാവ് ഡിസൈഡഡ് ടു സെൻഡ് എ ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ ടു ഹിം, റൈറ്റ് ദ ലെറ്റർ. അപ്പൊ അവൻ അങ്ങനെ ഒരു പിക്ചർ ചെയ്തു, എല്ലാവരും അവനെ അപ്രീഷിയേറ്റ് ചെയ്തു. ആ ഒരു കൂട്ടത്തിൽ നമ്മളും കൂടെ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ലെറ്റർ അവന് കൊടുക്കുന്ന ഒരു ലെറ്റർ ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആരാണ് സെൻഡർ? നമ്മളാണല്ലേ, നമ്മൾ എഴുതുന്നതാണ്, നമ്മൾ അവൻ എഴുതാണ്. അപ്പൊ നമ്മൾ ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മുടെ അഡ്രസ്സോ നമ്മുടെ പേരോ ഒന്നും കൊടുക്കരുത്. വെറുതെ ഒരു ഇമാജിനേറ്റീവ് ആയിട്ട് ABC എന്നോ അഡ്രസ്സോ അങ്ങനെയാണ് സാധാരണ കൊടുക്കല്. ഏതെങ്കിലും ഒരു പ്ലേസോ അങ്ങനെയൊക്കെ കൊടുക്കുക. നമ്മൾ ഡയറക്റ്റ് സ്ഥലവും കാര്യങ്ങളൊന്നും കൊടുക്കരുത്. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ന്യൂഡൽഹി വിദ്യാനഗർ 123, അതാണ് സെന്റേഴ്സ് അഡ്രസ്. ഇവിടെ നോക്കുക, ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് സെന്റേഴ്സ് അഡ്രസ് ആണ്. അതാണ് വിദ്യാനഗർ, ന്യൂഡൽഹി വിദ്യാനഗർ 123. പിന്നെ കൊടുക്കേണ്ടത് ഡേറ്റ് ആണ്. എന്നാണോ ഞാൻ എഴുതുന്നത് അതാണ് 11th December 2017, അന്നാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ നമ്മൾ സല്യൂട്ടേഷൻ നേരത്തെ പറഞ്ഞില്ലേ, ഡിയർ മദർ എന്ന് പറഞ്ഞ പോലെ ഡിയർ അരുൺ എന്നിട്ടൊരു കോമ ഇടുക. എന്നിട്ട് നെക്സ്റ്റ് ലൈനിലാണ് ഇത് എഴുതേണ്ടത്. ഞാനിവിടെ PDF ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ലൈൻ സ്പേസ് കൂടിപ്പോയതാണ്. നെക്സ്റ്റ് ലൈനിൽ ഇത്ര സ്പേസ് ഒന്നും കൊടുക്കണ്ട കേട്ടോ, നെക്സ്റ്റ് ലൈനിൽ തന്നെ എഴുതുക.
അപ്പൊ നമ്മൾ അവനെ എഴുതുന്നതല്ലേ, അവന്റെ പേര് നമ്മളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ. ഡിയർ അരുൺ, അവന്റെ പേര് അരുൺ ആയിക്കോട്ടെ, നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ആരാണെന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല, പേരൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. അപ്പൊ ഡിയർ അരുൺ, നമ്മൾ അവനെ സല്യൂട്ട് ചെയ്യാണ്. ഡിയർ അരുൺ, ഐ റീസെന്റ് ഹേർഡ് അബൌട്ട് യുവർ വണ്ടർഫുൾ പെയിന്റിംഗ്. ഐ റീസെന്റ് ഹേർഡ് അബൌട്ട് യുവർ വണ്ടർഫുൾ പെയിന്റിംഗ്. ഞാൻ റീസെന്റ് ആയിട്ട് അടുത്തിടെ നീ വരച്ചിട്ടുള്ള വണ്ടർഫുൾ പെയിന്റിംഗ്, ആ ഒരു ചിത്രം വരച്ചത് ഞാൻ അറിഞ്ഞു. ആൻഡ് ഐ വാണ്ടഡ് ടു ടേക്ക് എ മൊമെന്റ് ടു കൺഗ്രാജുലേറ്റ് യു. എനിക്ക് നിന്നെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം, നിന്നെ ഒന്ന് പ്രശംസിക്കണം. ഓൺ ദിസ് ഇൻക്രെഡിബിൾ അച്ചീവ്മെന്റ്, ഈ ഒരു വലിയ നേട്ടത്തിൽ എനിക്ക് നിന്നെ അഭിനന്ദിക്കണം. ദ വേ എവ്രി വൺ ഹാസ് അപ്രീഷിയേറ്റഡ് യുവർ വർക്ക്സ് സ്പീക്സ് വോളിയംസ് അബൌട്ട് യുവർ ടാലന്റ് ആൻഡ് ഡെഡിക്കേഷൻ. നിന്റെ ടാലന്റ്, നിന്റെ ആ ഒരു ടാലന്റും ഡെഡിക്കേഷനും അർപ്പണബോധവും ഒക്കെ എല്ലാവരും ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റൂലേ അവന്റെ ആ ഒരു ടാലന്റ് എന്താണ്, അതുപോലെ തന്നെ അവന്റെ ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു പിക്ചർ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള ഡെഡിക്കേഷൻ എന്തൊക്കെയാണ് ഓരോരുത്തരും സംസാരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐ വാസ് എസ്പെഷ്യലി ടച്ച്ഡ് ടു ലേൺ ദാറ്റ് യുവർ ലിറ്റിൽ സിസ്റ്റേഴ്സ് വേർഡ്സ് ഇൻസ്പയർഡ് യു. അപ്പൊ അവൻ പറയാൻ, ഞാനല്ലേ എഴുതുന്നപ്പോ ഞാൻ പറയാണ് അവനോട്, എനിക്കിതിൽ ടച്ച് ചെയ്തൊരു കാര്യം എന്താണ്, നിന്റെ സിസ്റ്ററുടെ വേർഡ്സ്, നിന്റെ സിസ്റ്ററുടെ ആ ഒരു വാക്കുകളാണ് നിനക്ക് ഈ ഒരു പിക്ചർ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്പയർഡ് ആയത് എന്നത് എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് അമേസിംഗ് ഹൗ സംതിങ് സോ സിമ്പിൾ ക്യാൻ സ്പാർക്ക് സച്ച് ക്രിയേറ്റിവിറ്റി ആൻഡ് മോട്ടിവേഷൻ. അത്ര ചെറിയൊരു സിസ്റ്റർ അവന്റെ സിസ്റ്റർ വെറുതെ പറഞ്ഞതല്ലേ ഇങ്ങനെ ഫിൽ ചെയ്യണം എന്നുള്ളത്. ആ ഒരു വേർഡ്സ്, ആ ചെറിയൊരു വേർഡ്സ് ആണ് അവന്റെ ഈ ഒരു ക്രിയേറ്റിവിറ്റിക്കും മോട്ടിവേഷൻ ആയിട്ടുള്ളത് അല്ലെ. അവളുടെ ആ ഒരു വേർഡ്സ് ആണ് ഇവന്റെ മോട്ടിവേഷൻ. ഇറ്റ് ഷോസ് ഹൗ മച്ച് ലവ് ആൻഡ് സപ്പോർട്ട് യു ഷെയർ വിത്ത് യുവർ ഫാമിലി. ആ ഒരു മോട്ടിവേഷൻ കാരണം അവൻ പിക്ചർ ഫിൽ ചെയ്തില്ലേ. അപ്പൊ ഞാൻ പറയാണ് അവനോട്, നിനക്ക് നിന്റെ ഫാമിലിയോട് എത്ര റെസ്പെക്റ്റും ലവ് സപ്പോർട്ട് ഒക്കെ ഉണ്ടെന്ന് ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഹൗ ഇമ്പോർട്ടന്റ് ഇറ്റ് ഈസ് ടു ലിസൺ ടു ദോസ് ക്ലോസ് ടു അസ്. നമ്മളോട് ക്ലോസ് ആയിട്ടുള്ള ആളോട് ആളെ കേൾക്കുക എന്നുള്ളത്, നമ്മളോട് ക്ലോസ് ആയിട്ടുള്ള ഒരാൾ എന്ത് പറഞ്ഞാൽ നമ്മൾ കേൾക്കും അല്ലേ, അത് കേൾക്കുക എന്നുള്ളത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്നും എനിക്ക് മനസ്സിലായി. യുവർ പെയിന്റിംഗ് ഹാസ് നോട്ട് ഓൺലി ഇംപ്രസ് ദോസ് അറൌണ്ട് യു. നിന്റെ ചുറ്റുള്ളവരിൽ മാത്രമല്ല ആ പെയിന്റിംഗ് ഇംപ്രസ് ആയിട്ടുള്ളത്, പിന്നെ ആരിലേക്കാ, ബട്ട് ഓൾസോ സെർവ്സ് ആസ് ആൻ ഇൻസ്പിറേഷൻ ടു അതേഴ്സ്. അത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൂടിയിട്ടാണ്, മറ്റുള്ളവർക്കും കൂടെ അതൊരു ഇൻസ്പിറേഷൻ ആണ്. ഷോയിങ് ദാറ്റ് വെൻ വി ആർ എൻകറേജ്ഡ് ബൈ ദ പീപ്പിൾ വി ലവ്. ഇതെന്താണ് കാണിച്ചു തരുന്നത്, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളാൽ നമ്മളൊന്ന് എൻകറേജ് ചെയ്യപ്പെടുമ്പോൾ, നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ വി ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. നമുക്ക് എന്ത് ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും, നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഏതൊരു കാര്യവും. അതായത് പോസിബിൾ അല്ലാത്ത കാര്യം പോലും നമുക്ക് പോസിബിൾ ആയിട്ട് വരും നമ്മളോട് കൂടെ അങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ. കീപ് നർച്ചറിങ് യുവർ ടാലന്റ് ആൻഡ് കണ്ടിന്യൂ ടു ലെറ്റ് യുവർ ക്രിയേറ്റിവിറ്റി ഷൈൻ. നീ നിന്റെ ഈ ടാലന്റ് മുന്നോട്ട് കൊണ്ടുപോവുക, എന്നിട്ട് നിന്റെ ഈ ക്രിയേറ്റിവിറ്റി ഷൈൻ ചെയ്തിട്ട് തിളങ്ങി തന്നെ നിൽക്കട്ടെ. വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് കൺഗ്രാറ്റുലേഷൻസ് പറയാണ്. ആൻഡ് ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് മോർ ഓഫ് യുവർ അമേസിംഗ് വർക്ക് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ നിന്റെ ഒരുപാട് നല്ല പെയിന്റിങ്സ് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിത്ത് ലവ് രാഹുൽ. ഈ രാഹുൽ ആരാണ്, നമ്മളാണ്, എഴുതുന്ന നമ്മളാണ് ലാസ്റ്റിൽ വരിക. ആൻഡ് ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അവർക്കാണ് ഇവിടെ ഫേസ്റ്റിൽ വരുന്ന ഡിയർ അരുൺ. അഡ്രസ്സിങ് ആരാണോ അവരാണ് ഫേസ്റ്റിലും, ആൻഡ് എഴുതുന്നത് ആരാണോ അവരാണ് ലാസ്റ്റും വരിക. അങ്ങനെയാണ് നമ്മുടെ ഒരു ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ലെറ്റർ ഇങ്ങനെ പഠിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഫോർമാറ്റ് പഠിച്ചു വെക്കുക. നമ്മളിപ്പോ രണ്ടെണ്ണത്തിന്റെ ഫോർമാറ്റ് നോക്കി. ഒന്ന് ഡയറിയാണ്. ഡയറിക്ക് നമ്മൾ ഫസ്റ്റ് എന്താണ്, ഡേയും കൊടുക്കും, അതുപോലെ തന്നെ ഡേറ്റും കൊടുക്കും. ഡേറ്റും ഡേയും കൊടുത്തിട്ട് ഡിയർ ഡയറി എന്ന് വേണമെങ്കിൽ കൊടുത്തിട്ട് നമ്മൾ കോണ്ടന്റ് എഴുതും. ഇവിടെ ലെറ്റർ ആകുമ്പോൾ എന്താണ്, നമ്മൾ ആദ്യം സെൻഡേഴ്സ് അഡ്രസ്, നമ്മുടെ അഡ്രസ് എഴുതും, എന്നിട്ട് ഡേറ്റ് കൊടുക്കും, സല്യൂട്ടേഷൻ, പിന്നെ ബോഡി ഓഫ് ദ ലെറ്റർ ആൻഡ് യുവേഴ്സ് ലവിംഗ് ഡോട്ടർ സബ്സ്ക്രിപ്ഷൻ എന്നാണ് അതിന് പറയാ, ആൻഡ് സീമ നമ്മുടെ നെയിമും കൊടുക്കും. അങ്ങനെയാണ് ഒരു ലെറ്ററും എഴുതുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് 2 വർക്ക്സ് കംപ്ലീറ്റ് ചെയ്തു, ഒരു ലെറ്ററും ഒരു ഡയറിയും. ഇതൊക്കെയാണോ? നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടർ സ്കെച്ച് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ സവിശേഷത എഴുതാനാണ്. അപ്പൊ ഈ ചാപ്റ്റേഴ്സിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് തന്നെ വെറും 2 ആൾക്കാരേ ഉള്ളൂ. ഒന്നാരാണ്, ഈ ലിറ്റിൽ ബോയും അവന്റെ ഒരു ലിറ്റിൽ സിസ്റ്ററുമാണ്. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളത് ബോയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. അവൻ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റും. കാരണം മറ്റുള്ള അവളുടെ ഇൻസ്പിറേഷനിലൂടെ ഇവൻ പെയിന്റ് ചെയ്യുന്നില്ലേ, ആദ്യം വലിയ
പെയിന്റർ ആവണം അല്ലെങ്കിൽ നല്ല രീതിയിൽ പെയിന്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമൊന്നും അവനില്ലായിരുന്നു. പക്ഷെ അവളുടെ ആ വേർഡ്സിലൂടെ ഇവൻ വലിയ പെയിന്റർ ആയിട്ട് ഭാവിയിൽ മാറുന്നില്ല. അപ്പൊ ഇവൻ തന്നെയാണ് ഈ പാഠത്തിലെ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ. അപ്പോ നിങ്ങൾ ഈ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ബോയ് പഠിച്ചു വെക്കണം. അതിന്റെ കൂടെ തന്നെ ഗേളിന്റെ ക്യാരക്ടർ സ്കെച്ചും ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ പോയിന്റ്സ് തരും, ക്വസ്റ്റ്യനിൽ തന്നെ ചെറിയ ചെറിയ പോയിന്റ്സ് തരും. ആ പോയിന്റ്സ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾ ഒരു പാരഗ്രാഫ് ആക്കുകയാണ് വേണ്ടത്. ക്യാരക്ടർ സ്കെച്ച് ഒക്കെ 5 മാർക്സിനാണ് വരിക. അപ്പോൾ 5 മാർക്സിനുള്ള രീതിയിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഏതൊരു ചാപ്റ്ററിനും ഇങ്ങനെ ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു കാര്യം എഴുതാം, അത് ഏത് ചാപ്റ്ററിലുള്ള ക്യാരക്ടർ ആണ് എന്ന് എഴുതാം. അപ്പൊ ഇതിലെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ദ ബോയ് ഇൻ ദ സ്റ്റോറി ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് ഈസ് എ സെൻട്രൽ ക്യാരക്ടർ ഹു ഡീപ്ലി ലവ്സ് ഹിസ് സിസ്റ്റർ ആൻഡ് ഈസ് പ്രൊഫൗണ്ട്ലി അഫക്റ്റഡ് ബൈ ഹെർ മെമ്മറി. ഈ ബോയ് എന്ന് പറയുന്നത് ഏത് ചാപ്റ്ററിലുള്ളതാണ്? ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു സെൻട്രൽ ക്യാരക്ടർ ആണ് അല്ലേ. ഹു ഡീപ്ലി ലവ്സ് ഹിസ് സിസ്റ്റർ, അവന് അവന്റെ സിസ്റ്ററിനെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ട്, വളരെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണല്ലേ അവന്. ആൻഡ് ഈസ് പ്രൊഫൗണ്ട്ലി അഫക്റ്റഡ് ബൈ ഹെർ മെമ്മറി, അവളുടെ ആ ഒരു മെമ്മറി, ആ ഒരു ഓർമ്മയിൽ അവനിങ്ങനെ അഫക്റ്റ് ആയി പോയി നിൽക്കുകയാണ്. കാരണം അവൾ മരിച്ചു പോയിട്ടുണ്ടല്ലേ. അപ്പൊ ആ ഒരു മെമ്മറിയിൽ അവന് അഫക്റ്റ് ആയി പോയി നിൽക്കുകയാണ്. ഇപ്പോഴും അവളുടെ മെമ്മറിയിലാണ് അവനിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനീഷ്യലി ഹി ലാക്സ് കോൺഫിഡൻസ് ഇൻ ഹിസ് ആർട്ടിസ്റ്റിക് എബിലിറ്റീസ്. തുടക്കത്തിൽ അവന്റെ ഈ ആർട്ടിസ്റ്റിക് എബിലിറ്റി എന്ന് പറഞ്ഞാൽ അവൻ ചിത്രം വരയ്ക്കുന്ന ആളല്ലേ. ആ ഒരു ചിത്രരചനയിൽ അവൻ അത്ര കോൺഫിഡൻസ് ഒന്നും അല്ലായിരുന്നു, അവൻ അത്ര ഉറപ്പൊന്നുമില്ല ഞാനിത് ഫുൾ ചെയ്യും അല്ലെങ്കിൽ ഞാൻ വലിയൊരു ആർട്ടിസ്റ്റ് ആകും എന്നുള്ള കോൺഫിഡൻസ് ഒന്നും അവന് ഇല്ലായിരുന്നു. ബട്ട് ഓവർ ടൈം, പക്ഷേ കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ സമയം അനുസരിച്ചിട്ട് ഹി ഗ്രോസ് ഇൻ ടു എ ടാലന്റഡ് ആൻഡ് സെൽഫ് അഷ്യൂർഡ് ആർട്ടിസ്റ്റ്. അവന് ഗ്രോസ് വളർന്നു എന്തിലേക്ക്? ഇൻ ടു എ ടാലന്റഡ് ആൻഡ് സെൽഫ് അഷ്യൂർഡ് ആർട്ടിസ്റ്റ്. ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള ഒരു സെൽഫ് അഷ്യൂർഡ് ആയിട്ടുള്ള, അതായത് സ്വന്തമായിട്ട് ഒരു ടാലന്റ് ഉള്ള ഒരാളായിട്ട് നല്ല രീതിയിൽ പെയിന്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് അവൻ മാറുകയാണല്ലേ ഭാവിയിൽ. ഇറ്റ് വാസ് ഹിസ് യങ്ങർ സിസ്റ്റർ ഹു വാസ് മോർ ലൈക്ക് എ ഗൈഡ് ആൻഡ് മെന്റർ ഹു ഹെൽപ്ഡ് ഹിം സീ ഹിസ് പൊട്ടൻഷ്യൽ. അവന്റെ യങ്ങർ സിസ്റ്റർ ആയിരുന്നു അവന്റെ ഗൈഡും മെന്ററും. അതായത് അവനെ മുന്നോട്ട് നയിച്ചിരുന്നത് അവന്റെ സിസ്റ്റർ ആയിരുന്നു. അവളാണ് അവനിലെ ആ ഒരു പൊട്ടൻഷ്യൽ, അവന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു കഴിവ് ഉണ്ട് എന്നത് മനസ്സിലാക്കിയതും അവളാണ് ഗൈഡ് ചെയ്ത് മുന്നോട്ട് നയിച്ചതും. ഹെർ വേർഡ്സ് സ്റ്റേയ്ഡ് വിത്ത് ദ ബോയ് എസ്പെഷ്യലി ആഫ്റ്റർ ഹെർ ഡെത്ത്. അവളുടെ ആ വാക്കുകൾ അവന്റെ കൂടെ അവന് മനസ്സിലായി തുടങ്ങിയത് എപ്പോഴാണ്? എസ്പെഷ്യലി ആഫ്റ്റർ ഹെർ ഡെത്ത്, അവൾ മരിച്ചതിന് ശേഷമാണ് അവളുടെ ആ ഒരു മോട്ടിവേറ്റിംഗ് വേർഡ്സും ഒക്കെ അവന് മനസ്സിലായി തുടങ്ങിയത് തന്നെ. ഫിൽഡ് വിത്ത് ഗ്രീഫ് ബട്ട് ഓൾസോ ഡിറ്റർമിനേഷൻ. സങ്കടമുണ്ട്, പക്ഷേ ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയത്തോടെയും. ഹി ഡിസൈഡഡ് ടു ഫുൾഫിൽ ഹെർ വിഷ്. അവളുടെ ആഗ്രഹം നടത്തണം, പൂർത്തിയാക്കണം എന്നവൻ തീരുമാനിച്ചു. എന്താണ് അവളുടെ ആഗ്രഹം? ആ പെയിന്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. ആൻഡ് ഡെഡിക്കേറ്റ് എ ഫ്ലോലെസ് പെയിന്റിംഗ് ടു ഹെർ മെമ്മറി. അങ്ങനെ അവര് ഒരുമിച്ച് ആദ്യം ഒരു ഫീൽഡിൽ പോയി വരയ്ക്കാൻ നിന്നിരുന്നില്ലേ, അവിടുന്ന് കംപ്ലീറ്റ് ചെയ്യുന്നില്ല അല്ലെ. പിന്നീട് അതേ ഫീൽഡിൽ പോയിട്ട് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് അവൻ ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. റിട്ടേണിംഗ് ടു ദ ഫീൽഡ് വേർ ദേ ഹാഡ് വൺസ് ടുഗെദർ. അവര് ഒരുമിച്ച് പണ്ടൊരിക്കൽ നിന്നിരുന്ന ആ ഒരു ഫീൽഡിലോട്ട് തിരിച്ചു പോയിട്ട് ഹി ഫൗണ്ട് സ്ട്രെങ്ത് ഇൻ ഹിസ് ലവ് ഫോർ ഹെർ. അവന് അവളോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ സ്ട്രെങ്ത് അവന് മനസ്സിലായി. കാരണം അതുകൊണ്ടാണല്ലോ അവൾക്ക് വേണ്ടിയിട്ട് ആ പിക്ചർ ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ. വിത്ത് ഹെർ ന്യൂ ഫൗണ്ട് ഇൻസ്പിറേഷൻ, അവന് കിട്ടിയ ആ ഒരു ന്യൂ ഇൻസ്പിറേഷൻ വെച്ചിട്ട് അവിടുന്ന് അവനൊരു ന്യൂ ഇൻസ്പിറേഷൻ കിട്ടുകയാണ്. പണ്ട് സിസ്റ്ററുടെ കൂടെ പോയിരുന്ന അതേ സ്ഥലത്ത് അവളുടെ മരണശേഷം വീണ്ടും പോകുമ്പോൾ അവള് കൂടെ ഇല്ലെങ്കിലും അവളാൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടുകയാണല്ലേ. അവളുടെ സ്പിരിറ്റ്, അവളുടെ ആത്മാവ് അവന്റെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ അവന് കിട്ടുന്നുണ്ട്. ഹി പെയിന്റഡ് വിത്ത് കെയർ ആൻഡ് പാഷൻ. അങ്ങനെ ആ ഒരു ഇൻസ്പിറേഷനിലൂടെ അവൻ നല്ല കെയർ, നല്ല ശ്രദ്ധയോടെ പാഷനായിട്ട് ആ ഒരു പിക്ചർ പെയിന്റ് ചെയ്തു. ക്രിയേറ്റിംഗ് എ പിക്ചർ ദാറ്റ് അമേസ്ഡ് എവറി വൺ ഹു സോ ഇറ്റ്. അങ്ങനെ ആ പിക്ചർ വരച്ചതിന് ശേഷം അത് കണ്ട് എല്ലാവരും ഭയങ്കര അത്ഭുതപ്പെട്ടു. അമേസ്ഡ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ദ ബോയ് ട്രാൻസ്ഫോംഡ് ഫ്രം എ ഹെസിറ്റന്റ് ആർട്ടിസ്റ്റ് ഇൻ ടു എ സിംബൽ ഓഫ് ഡിറ്റർമിനേഷൻ, പ്രൂവിംഗ് ദാറ്റ് ലവ് ആൻഡ് വിൽ പവർ ക്യാൻ അച്ചീവ് ദ ഇമ്പോസിബിൾ. ആദ്യത്തിൽ അവന് ആരായിരുന്നു? ഒരു ഹെസിറ്റന്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഹെസിറ്റന്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ അവന് വലിയ മടിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. അതായത് ആ പിക്ചർ ഫുൾ ചെയ്യണം എന്നുള്ള യാതൊരു ബോധവും അവനില്ലായിരുന്നു. പക്ഷേ അവന്റെ ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം കാരണം അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഇമ്പോസിബിൾ എന്ന് തോന്നിയിരുന്ന ആ ഒരു കാര്യം അവൻ പോസിബിൾ ആക്കുന്നുണ്ട്. അത് എന്തിന്റെ ഒരു പ്രൂഫാണ്? ദാറ്റ് ദ ലവ് ആൻഡ് വിൽ പവർ ക്യാൻ അച്ചീവ് ദ ഇമ്പോസിബിൾ. നമ്മുടെ ഉള്ളിൽ ഒരു വിൽ പവർ,
അത് നേടിയെടുക്കണം എന്നുള്ളൊരു കാര്യവും അതുപോലെ തന്നെ മറ്റൊരാളെ സ്നേഹിക്കാനും ഉള്ള ഒരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഏതൊരു കാര്യവും പോസിബിൾ ആണ് എന്നാണ് ഇതിലൂടെ കാണിച്ചു തരുന്നത്. ജേർണി ബിക്കേം ആൻ ഇൻസ്പിറേഷൻ ഫോർ അതേഴ്സ്. അവന്റെ ആ ഒരു യാത്ര ഫസ്റ്റിൽ നിന്ന് ആ ലാസ്റ്റിൽ വരേക്കുള്ള അവന്റെ ആ യാത്ര മറ്റുള്ളവർക്കും കൂടെ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുക. നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ തരികയാണെങ്കിൽ നിങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് ശ്രമിക്കുക, എന്നാലേ അത്യാവശ്യം മാർക്ക് കിട്ടുള്ളൂ. 5 മാർക്സിനാണ് ക്യാരക്ടർ സ്കെച്ച് ഒക്കെ ചോദിക്കാറുള്ളത്. അപ്പോൾ ജസ്റ്റ് 5 പോയിന്റ്സ് എങ്കിലും എഴുതി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. 5 പോയിന്റ്സ് എങ്കിലും, ഓരോ പോയിന്റിന് ഓരോ മാർക്ക് വെച്ച് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. ക്യാരക്ടർ സ്കെച്ച് പാഠം വായിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്കൊരു സ്പീച്ച് നോക്കാം. സ്പീച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു ഒക്കേഷൻ, ഒരു പരിപാടിയിലൊക്കെ നമ്മളോട് ഒരു സ്പീച്ച് നടത്താൻ പറയും, സ്പീച്ച് ഡെലിവർ ചെയ്യാൻ പറയൂലേ, ഒരു പ്രഭാഷണം നടത്തുക എന്നൊക്കെ പറയും. അപ്പോ അങ്ങനെയുള്ള ഒരു സ്പീച്ച് ചോദിക്കുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ. സ്പീച്ച് ആകുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയണം, ആൻഡ് അത് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം അത് നല്ല ബ്രീഫ് ആയിട്ട് പറയാൻ ശ്രമിക്കണം. നമ്മൾ തുടങ്ങുന്ന നേരത്ത് നമ്മളൊരു സല്യൂട്ടേഷൻ കൊടുക്കണം. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് സ്പീച്ച് പറയുമ്പോൾ ഫ്രണ്ട്സിനോടായിരിക്കും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിയർ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാം. ഇനി അതല്ല, ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ വലിയ ആളുകളൊക്കെ ആണെങ്കിൽ റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കോണ്ടെക്സ്റ്റിലാണ്. ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലൂടെ ചോദിക്കുന്നുണ്ട്, ഒരു സ്പീച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഈ ബോയ് ആ ഹാർഡ് വർക്കും അവന്റെ ആ ഒരു മോട്ടിവേഷൻ, സിസ്റ്ററുടെ മോട്ടിവേഷനിലൂടെയൊക്കെയല്ലേ അവൻ ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ടു അറ്റൈൻ സക്സസ്. ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ, അതും മോട്ടിവേഷനും ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, പ്രത്യേകതയൊക്കെ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പീച്ച് ചോദിക്കുന്നുണ്ട്. സ്പീച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ സ്പീച്ച് ഡെലിവർ ചെയ്യുമ്പോൾ ടീച്ചേഴ്സും ഫ്രണ്ട്സിനെയാണ് ഇവിടെ സല്യൂട്ട് ചെയ്യുന്നത്. സോ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇത് കുറച്ച് ലോങ് ആണ്, ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. ഇതിൽ പറയുന്നത് നമ്മൾ ഇന്ന് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡിലാണല്ലോ ജീവിക്കുന്നത്. അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കഠിനാധ്വാനം ചെയ്ത് നമ്മൾ സക്സസിൽ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. സക്സസ്, ജീവിതത്തിൽ വിജയിച്ചവരെ മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പൊ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു നല്ല മോട്ടിവേഷൻ ഒക്കെ വേണം. അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യാതെ വെറുതെ ഇരുന്നാൽ നമുക്ക് സക്സസ് ഉണ്ടാവുമോ ജീവിതത്തിൽ? ഒരിക്കലും ഇല്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണല്ലോ, ബെസ്റ്റ് മോട്ടിവേഷൻ ആണ്. എന്തിന്? ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബോയെ എങ്ങനെ ആദ്യത്തില് ഹെസിറ്റന്റ്ലി ആർട്ടിസ്റ്റ് ആയിരുന്നു അല്ലേ, വലിയ സക്സസിൽ ഒന്നും എത്താത്തൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു അവൻ ആദ്യം. പിന്നീട് അവന് വലിയൊരു നിലയിലെത്തുന്നുണ്ട്, ആളുകളൊക്കെ അവനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതെല്ലാം എന്തുകൊണ്ടാണ്? അവന്റെ ഒരു ഹാർഡ് വർക്കിങ്ങും അവനൊരു മോട്ടിവേറ്റിംഗ് ഗൈഡൊക്കെ ആയിട്ട് അവളുടെ സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതുപോലെ നമുക്കും ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്കും ജീവിതത്തിൽ സക്സസ്, വിജയം കണ്ടെത്താനാവും എന്നാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സ്പീച്ചിൽ കൊടുക്കാൻ പറ്റും. അപ്പോ അതുപോലെ തന്നെ പറയുന്നുണ്ട്, APJ അബ്ദുൽ കലാം സർ ഇല്ലേ, സാറിന്റെ ജീവിതമൊക്കെ നമുക്ക് ഒരു എക്സാമ്പിൾ ആക്കിയിട്ട് എടുക്കാം. അദ്ദേഹം ജീവിതത്തിൽ എങ്ങനെയാണ് വിജയം കൈവരിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് സ്പീച്ച് ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ആളുകളുടെ എന്തെങ്കിലും കോഡ്സ് അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താം. ലാസ്റ്റിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഐ കൺക്ലൂഡ് മൈ വേർഡ്സ് വിത്ത് ദിസ്, ഈവൻ ദോ യു ആർ സ്റ്റുഡന്റ് യു ക്യാൻ മോട്ടിവേറ്റ് അതേഴ്സ്. കൺക്ലൂഷനിൽ നമുക്ക് പറയാം, നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാം. ഇറ്റ് ഹാസ് എ പവർ ടു ട്രാൻസ്ഫോം അതേഴ്സ്. മോട്ടിവേഷൻ ഒരു പവർ ഉണ്ട്. എന്താണ്? അത് മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ പറയുന്ന ചെറിയൊരു വേർഡൊക്കെ ആയിരിക്കും ചിലപ്പോൾ മറ്റുള്ളവരെ ജീവിതത്തിൽ വലിയ മാറ്റമായിട്ട് മാറുന്നത്. യു ക്യാൻ മോട്ടിവേറ്റ് അതേഴ്സ് ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ക്യാൻ റിസീവ് മോട്ടിവേഷൻ ഫ്രം അതേഴ്സ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതേ സമയത്ത് തന്നെ മോട്ടിവേഷൻ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാനും പറ്റും. സ്പീച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒരു താങ്ക് യു കൊടുക്കണേ, ഞാൻ ഇവിടെ കൊടുക്കാൻ മറന്നുപോയതാണ്. ഓക്കെ, തുടക്കത്തിൽ നമ്മൾ സല്യൂട്ടേഷൻ, റെസ്പെക്ട് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അങ്ങനെയുള്ള കാര്യം,
ലാസ്റ്റിലുള്ള പ്രോപ്പർ എൻഡിങ് വേണേ, അതായത് താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തേണ്ടത്. അപ്പോൾ അതും കൂടെ, അതാണ് ഇതിൽ ഇമ്പോർട്ടന്റ്. കോണ്ടന്റ് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ നോക്കുക, അതിനനുസരിച്ചിട്ട് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യട്ടോ. ഒരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് റോസ പാർക്ക് സാറ്റ് സ്റ്റിൽ എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ ആണുള്ളത്. ഇതിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഇത്, റോസ പാർക്ക് സാറ്റ് സ്റ്റിൽ. ഇതൊരു റെവല്യൂഷണറി സ്റ്റോറിയാണ്, ഒരു വിപ്ലവം സൃഷ്ടിച്ചൊരു സ്റ്റോറിയാണിത്. സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? റോസ പാർക്സ് ഒരു ദിവസം ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് ബസ്സിൽ കയറി ഇരിക്കുന്ന സമയത്ത് ഒരു വൈറ്റ് പാസഞ്ചർ വന്നു അല്ലേ? അന്നത്തെ ആ കാലത്ത് അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു. ബ്ലാക്ക് പാസഞ്ചർ ഇരിക്കുകയാണെങ്കിൽ, അതായത് വൈറ്റ് പാസഞ്ചർ കയറി വരുന്ന സമയത്ത് ബ്ലാക്ക് പാസഞ്ചർ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ആ സീറ്റിൽ ഇരിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടിയിട്ട്, വൈറ്റ് പാസഞ്ചറിന് വേണ്ടിയിട്ട് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം. അവർ എണീച്ചു കൊടുത്തിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പിൻവാതിലിലൂടെ കയറിയിട്ട് വീണ്ടും നിൽക്കുന്ന യാത്രക്കാരായിട്ട് പോകണം. അപ്പൊ അന്ന് റോസ പാർക്സ് ജോലിയെല്ലാം കഴിഞ്ഞ് ഭയങ്കര ക്ഷീണിച്ചു വരികയാണ്. അപ്പോ അവളെ ബസ്സിൽ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു വൈറ്റ് പാസഞ്ചർ കയറി വരുന്നുണ്ട്, പക്ഷെ അവൾ എണീച്ചു കൊടുക്കുന്നില്ല. അപ്പൊ ഈ വൈറ്റ് പാസഞ്ചർ ഭയങ്കര ദേഷ്യത്തോടെ അവളെ തുറിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ഇവളതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവിടെ തന്നെ ഇരുന്നു. പിന്നീട് ബസ്സിലെ ഡ്രൈവർ വന്നിട്ട് പറയുന്നുണ്ട്, റോസയോട് എണീക്കാൻ പറയുന്നുണ്ട്, പക്ഷെ അവൾ എണീച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ പോലീസുകാരെ വിളിച്ചിട്ട് പോലീസ് റോസയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അറസ്റ്റിന്റെ ഭാഗമായിട്ട് ഈ ബ്ലാക്ക് പാസഞ്ചേഴ്സ് ബസ് ബോയ്ക്കോട്ട് ബഹിഷ്കരിക്കുന്നുണ്ട്, ബസ് ഇനി യൂസ് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാവുന്നുണ്ട്, ബസ് കമ്പനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അവസാനം റോസയെ വിട്ടയക്കുന്നുണ്ട്. അവർക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. എവിടെ നിന്ന്? കോടതിയിൽ വെച്ചിട്ട് അവിടെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു നിയമം പറ്റില്ല, രാജ്യത്ത് എല്ലാവർക്കും ഒരുപോലെ നിയമം വേണം എന്ന് പറഞ്ഞിട്ട് ബ്ലാക്കിനും വൈറ്റിനും സെപ്പറേറ്റ് റൂൾസ് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജ് വിധി നിർണ്ണയിക്കുന്നുണ്ടല്ലേ. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. സോ ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് ഓർ നാരറ്റീവ് റൈറ്റിംഗ് ആണ്. പാരഗ്രാഫ് നാരറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരും. അതായത് ഇപ്പോ ഈ ചാപ്റ്ററിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ റോസ പാർക്സിനെ താഴെ കൊടുത്തിട്ടുണ്ട്. റോസ പാർക്സിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ ആ ഒരു കാരണം ഉണ്ടല്ലോ, ആ ഒരു ഇൻസിഡന്റ്, അതിനെ പറ്റിയിട്ട് ഒരു നാരറ്റീവ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അതാണ് ഈ പാരഗ്രാഫ് ഓർ നാരറ്റീവ് റൈറ്റിംഗ്. പിന്നെ ഒരു ലെറ്റർ, നേരെ നമ്മൾ ലെറ്ററിന്റെ ഫോർമാറ്റ് പഠിച്ചു, അതുപോലെ തന്നെ ഫോർമാറ്റ് മനസ്സിലാക്കി വെക്കുക. ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വരും. പിന്നെ വരുന്നത് ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണമാണ്. ഇത് ഞാൻ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കണ്ടതെന്ന് തോന്നുന്നു. കോൺവെർസേഷൻ ബിറ്റ്വീൻ റോസ പാർക്സ് ആൻഡ് ഡ്രൈവർ. ഞാൻ സ്റ്റോറി പറഞ്ഞപ്പോൾ ഓർമ്മയില്ലേ, റോസ പാർക്സ് എണീറ്റ് കൊടുക്കാത്തത് കണ്ടിട്ട് ഡ്രൈവർ വരുന്നുണ്ട്. ഡ്രൈവർ വന്നിട്ട് റോസയോട് എഴുന്നേൽക്കാൻ പറയുന്നുണ്ട്. പക്ഷെ റോസ പറയുന്നതാണ്, ഞാൻ എഴുന്നേൽക്കൂല, കാരണം രണ്ടുപേർക്കും ഒരേ അവകാശം തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. ആ ഒരു കോൺവെർസേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. ആൻഡ് എ ന്യൂസ് റിപ്പോർട്ട്, ഒരു റിപ്പോർട്ട്, പത്രത്തിലൊക്കെ വരുന്ന ഒരു റിപ്പോർട്ട്. ഈ 4 കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ? ഇതുവരെയുള്ള ഓക്കെ അല്ലേ? ഇത് കണ്ടിന്യൂ ചെയ്തൂടെ റോസ പാർക്കിന്റെ ചാപ്റ്റർ? അപ്പൊ ഒരു നാരറ്റീവ് ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതുക. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദി ഇൻസിഡന്റ് ദാറ്റ് ലെഡ് ടു ദ അറസ്റ്റ് ഓഫ് റോസ പാർക്സ്. ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനും കൂടെ കൂട്ടിയിട്ട് ആണ് ഇങ്ങനെ ഒരു PPT ഉണ്ടാക്കിയത്. അപ്പൊ അത് ശ്രദ്ധിക്കാട്ടോ. റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ഇൻസിഡന്റ് ദാറ്റ് ലെഡ് ടു ദ അറസ്റ്റ് ഓഫ് റോസ പാർക്ക്. റോസ പാർക്ക് അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ടായ ആ ഒരു സംഭവം ഒന്ന് നാരറ്റീവ്, ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക, റോസ പാർക്സ് വാസ് അറസ്റ്റഡ് ഓൺ December 1, 1955 ഇൻ മോൺഗോമറി, അലബാമ ഫോർ refusing to give up her seat to a white man on a segregated bus. നിങ്ങൾക്ക് കഥ അറിയാലോ, കഥ അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ അതുപോലെ ഫുള്ളായിട്ട് എഴുതി വെക്കുന്ന 5 മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു രീതിയിൽ എഴുതി വെക്കാട്ടോ പാരഗ്രാഫിൽ. ഈ അറസ്റ്റ് ചെയ്ത സംഭവം, ഇൻസിഡന്റ് ദാറ്റ് ലെഡ് ടു ദ അറസ്റ്റ് ഓഫ് റോസ പാർക്ക് എന്നാണ്. അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ടായ കാരണമാണ് എഴുതേണ്ടത്. അപ്പോൾ അവൾ ജോലി ചെയ്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ബസ്സിൽ ഇരിക്കുന്നു, അവിടുന്ന് അറസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞു പോവുക. അല്ലാണ്ട് ടെക്സ്റ്റ് മൊത്തത്തിൽ അതുപോലെ ഇങ്ങനെ എഴുതി വെക്കാൻ ശ്രമിക്കരുത്. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഡയറക്റ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഒരു വൈറ്റ് മാനിന് വേണ്ടിയിട്ട് റോസ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തില്ല, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ കാരണം ഉണ്ടായത് അല്ലെ. അതെന്നാ നടന്നിരിക്കുന്നത്? December 1, 1955, 1955 December 1-നാണ്. അറ്റ് ദാറ്റ് ടൈം റേഷ്യൽ സെഗ്രിഗേഷൻ ലോസ് required black passengers to give up their seats
for white passengers if the bus was full. ആ സമയത്ത് അവിടെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ടായിരുന്നു, ഒരു വിവേചനം നടക്കുന്നുണ്ട്. എന്താണ്? ബ്ലാക്ക് പാസഞ്ചേഴ്സും വൈറ്റ് പാസഞ്ചേഴ്സും തമ്മിൽ ഡിസ്ക്രിമിനേഷൻ ആണ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്നാണ് പറയാട്ടോ. അതെന്താണ്? ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഇരിക്കുകയാണെങ്കിൽ വൈറ്റ് പാസഞ്ചേഴ്സിന് ആ സീറ്റ് ഒഴിഞ്ഞു മാറി കൊടുക്കണം. അതായത് ബ്ലാക്ക് പാസഞ്ചേഴ്സ് നിൽക്കുന്ന യാത്രക്കാരായിട്ടേ പോകാൻ പാടുള്ളൂ, അവർക്ക് ഇരിക്കാൻ പാടില്ല. റോസ പാർക്സ് എ ബ്ലാക്ക് വുമൺ ആൻഡ് എ സീംസ്ട്രസ്. റോസ പാർക്സ് ആരാണ്? ഒരു ബ്ലാക്ക് വുമൺ ആണ് അല്ലെ. അവൾ ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ബസ്സിൽ കയറിയപ്പോ എന്തായി? സീറ്റിലിരുന്നു. വാസ് സിറ്റിംഗ് ഇൻ ദ കളേർഡ് സെക്ഷൻ ഓഫ് ദ ബസ്. അവൾ ആ ഒരു കളേർഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ആ വൈറ്റ് പീപ്പിൾസ് ഇരിക്കുന്ന ആ ഒരു സീറ്റില്ലേ, അവനാണ് കളേർഡ് സെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇരുന്നു. വെൻ ദ ബസ് ഡ്രൈവർ ഓർഡേർഡ് ഹെർ ടു മൂവ് സോ എ വൈറ്റ് മാൻ കുഡ് സിറ്റ്. അങ്ങനെ ഒരു വൈറ്റ് മാൻ കയറി വരുന്ന സമയത്ത് ബസ് ഡ്രൈവർ അവളോട് എണീച്ചിട്ട് ഈ വൈറ്റ് മാന് വേണ്ടിയിട്ട് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്. ഷീ ക്വൈറ്റ്ലി റെഫ്യൂസ്ഡ്. അവൾ അത് നിരസിച്ചു. അവൾ അത് കേട്ടില്ല, മൈൻഡ് ആക്കിയില്ല. ഹെർ കറേജിയസ് ആക്ട് ഓഫ് ഡിഫിയൻസ് ലെഡ് ടു ഹെർ അറസ്റ്റ്. അങ്ങനെ ആ ഒരു ധൈര്യമായ ഈ ഒരു ആക്ട് അവളുടെ അറസ്റ്റിലേക്ക് നയിച്ചു. ആൻഡ് സ്പാർക്ക് ദ മോൺഗോമറി ബസ് ബോയ്ക്കോട്ട്. അങ്ങനെ ആ ഒരു മോൺഗോമറിയിലെ ബസ്സുകളെല്ലാം ഈ ബ്ലാക്ക് പാസഞ്ചേഴ്സ് ബോയ്ക്കോട്ട് ബഹിഷ്കരിച്ചു. അവർ ബസ്സിന് യൂസ് ചെയ്യൂല എന്ന് പറഞ്ഞു. pivotal even in the civil rights movement that ultimately challenged racial segregation in America. അമേരിക്കയിലെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് മൂവ്മെന്റ് ആയിരുന്നു ഈ റോസ പാർക്സ് കാണിച്ചിട്ടുള്ള ഈ ഒരു ആക്ട്. അങ്ങനെയാണ് റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ എന്ന നെയിം ഈ ചാപ്റ്ററിന് വന്നത്. റോസ അനങ്ങാതെ ഇരുന്നു. ആ ഒരു ബസ്സിൽ ഇരുന്ന് അവളൊരു റെവല്യൂഷനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അമേരിക്കയിൽ. ബ്ലാക്ക് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് അവളൊരു റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് നമ്മൾ പോരാടിയിരുന്നത്. അപ്പൊ ഇതാണ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾ എഴുതാൻ ശ്രമിക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ലെറ്റർ ആണ്. ലെറ്റർ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ സെയിം ഫോർമാറ്റിൽ തന്നെയാണ്, ഇവിടെ കൊടുത്തിരിക്കുന്നില്ല. ലെറ്റർ ആകുമ്പോൾ നമ്മൾ തുടക്കത്തിൽ സെന്റേഴ്സ് അഡ്രസ് വേണം, പിന്നെ സല്യൂട്ടേഷൻ വേണം, സെന്റേഴ്സ് അഡ്രസ് അതിന്റെ ഡേറ്റ് വേണം, പിന്നെ ഒരു സല്യൂട്ടേഷൻ, പിന്നെ ബോഡി ഓഫ് ദ ലെറ്ററും, പിന്നെ ലാസ്റ്റിൽ യുവേഴ്സ് ലവിംഗ്ലി എന്ന് പറഞ്ഞിട്ട് ആരാണോ എഴുതുന്നത് അവരുടെ പേരും. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ലെറ്റർ ചോദിച്ചതായിട്ടൊന്നും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. എന്നാലും നിങ്ങൾ ലെറ്റർ പ്രതീക്ഷിക്കാം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. നിങ്ങൾ അതൊന്ന് നോക്കി വെക്കണം. ലെറ്റർ എന്ന് പറയുന്നത് റോസയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ, അതിനുശേഷം അവൾ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ അവൾക്ക് നമ്മൾ എഴുതുന്ന ഒരു ലെറ്റർ ആയിട്ടാണ് ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അവളുടെ ആ ഒരു കറേജസ് ഒക്കെ പറഞ്ഞുകൊണ്ട് അവൾക്ക് ഒരു ലെറ്റർ അയക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഒരു കോൺവെർസേഷൻ ബിറ്റ്വീൻ റോസ പാർക്സ് ആൻഡ് ഡ്രൈവർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. റോസ പാർക്സും ഡ്രൈവറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ചോദിക്കുന്നുണ്ട്. അതായത് റോസ ബസ്സിൽ നിന്ന് റെഫ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, എണീച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ബസ് ഡ്രൈവർ വന്നിട്ട് പറയുന്നതാണ് എന്ത്? യു നീഡ് ടു മൂവ് ടു ദ ബാക്ക് ഓഫ് ദ ബസ് സോ ദിസ് മാൻ ക്യാൻ സിറ്റ്. നിങ്ങൾ ബസ്സിന്റെ പിന്നിലോട്ട് പോകണം, ബാക്കിലോട്ട് പോകണം. കാരണം എന്താണ്? ഈ വൈറ്റ് മാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. റോസ പാർക്ക് പറയാണ്, ഐ ഡോണ്ട് തിങ്ക് ഐ ഷുഡ് ഹാവ് ടു മൂവ്. എനിക്ക് തോന്നുന്നില്ല, ഞാൻ മാറിക്കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ബസ് ഡ്രൈവർ, യു നോ ദ ലോ. നിങ്ങൾക്ക് നിയമം അറിയാം. ആ കാലത്തുള്ള നിയമം എന്താണ്? ബ്ലാക്ക് പാസഞ്ചേഴ്സിന് ഇരിക്കാൻ പറ്റില്ല. ഇറ്റ് സേസ് കളേർഡ് പാസഞ്ചേഴ്സ് മസ്റ്റ് ഗിവ് അപ്പ് ദെയർ സീറ്റ്സ് ഫോർ വൈറ്റ് പാസഞ്ചേഴ്സ്. നൗ ഗെറ്റ് അപ്പ്. നിങ്ങൾക്ക് അറിയാലോ, ബ്ലാക്ക് പാസഞ്ചേഴ്സ് വൈറ്റ് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ സീറ്റ് ഒഴിഞ്ഞു മാറി കൊടുക്കണം എന്നുള്ളത്. റോസ പാർക്സ്, ഐ പെയ്ഡ് ദ സെയിം ഫെയർ ആസ് എനിവൺ എൽസ്. ഞാനും മറ്റുള്ളവരെ പോലെ തന്നെ സെയിം ഫെയർ, സെയിം ഫീ, ക്യാഷ് കൊടുത്തിട്ടാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. വൈ ഷുഡ് ഐ ഹാവ് ടു ഗിവ് അപ്പ് മൈ സീറ്റ്? ഞാൻ എന്തിനാണ് എന്റെ സീറ്റ് മാറി കൊടുക്കുന്നത്? ബസ് ഡ്രൈവർ, ഇറ്റ് ഡസന്റ് മാറ്റർ വാട്ട് യു പെയ്ഡ്. നിങ്ങൾ എത്രയാണ് പേയ്മെന്റ് ചെയ്തത്, ക്യാഷ് കൊടുത്തത് എന്നതൊന്നും ഇവിടെ കാര്യമല്ല. ദാറ്റ്സ് ഹൗ തിങ്സ് വർക്ക് ഹിയർ. ഇവിടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആൻഡ് യു നോ ഇറ്റ്. നിങ്ങൾക്ക് അത് അറിയുകയും ചെയ്യാം. മൂവ് ഓർ ഐ വിൽ കോൾ ദ പോലീസ്. നിങ്ങൾ സീറ്റിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. റോസ പാർക്സ്, യു ക്യാൻ കോൾ ദം ഇഫ് യു വാണ്ട്, ഐ ആം നോട്ട് മൂവിങ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ വിളിക്കാം, ഞാൻ മാറി തരില്ല എന്ന് റോസ ഉറപ്പിച്ചു പറയാണ്. ബസ് ഡ്രൈവർ, വൈ ആർ യു മേക്കിംഗ് ദിസ് ഡിഫിക്കൽട്ട്? ജസ്റ്റ് ഫോളോ ദ റൂൾസ് ലൈക്ക് എവരിവൺ എൽസ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? മറ്റുള്ളവരുടെ പോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു റൂള്, ഈ ഒരു നിയമം ഫോളോ ചെയ്ത് കൂടെ? റോസ പാർക്സ്, ഐ ആം ടയേർഡ് ഓഫ് ഫോളോയിങ് റൂൾസ് ദാറ്റ് ഡോണ്ട് ട്രീറ്റ് പീപ്പിൾ ഈക്വലി. ഇങ്ങനെ മനുഷ്യരെ ഒരുപോലെ കാണാതെ, ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാത്ത ഈ ലോസ് കണ്ടിട്ട് ഞാൻ ഭയങ്കര ക്ഷീണിച്ചു. അതായത് ഞാൻ മടുത്തു, ഇങ്ങനത്തെ
റൂൾസ് കണ്ടിട്ട് ഞാൻ മടുത്തു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് നോട്ട് റൈറ്റ്, അത് ശരിയല്ല. എല്ലാവർക്കും ഒരുപോലെ നിയമം വേണം എന്നതാണ് റോസ ഇവിടെ പറയുന്നത്. അപ്പൊ ഡ്രൈവർ പറയാണ്, ലാസ്റ്റ് ചാൻസ് ലേഡി, ആർ യു ഗോയിങ് ടു മൂവ് ഓർ നോട്ട്? ഞാൻ ലാസ്റ്റ് ആയിട്ട് പറയാണ്, നിങ്ങൾ മാറുന്നുണ്ടോ ഇല്ലയോ? റോസ പാർക്സ്, നോ ഐ ആം നോട്ട്. ഇല്ല, ഞാൻ മാറുന്നില്ല എന്ന് റോസ തറപ്പിച്ച് പറയാണ്. അതിനുശേഷമാണ് പോലീസിനെ വിളിക്കുന്നതും റോസയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും. അപ്പൊ അതിനു മുന്നേയുള്ള ഡ്രൈവറും റോസ പാർക്സും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇത്. ഇത് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സോ ഇതും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഇത് ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്. അപ്പൊ നിങ്ങളൊന്ന് പഠിച്ചു വെക്കന്നെ വേണ്ടി വരും. നെക്സ്റ്റ് വരുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. റോസയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷമുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട്. ന്യൂസ് റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതാൻ നിങ്ങൾക്കറിയാവോ? ഇതിന്റെ ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഹെഡ്ലൈൻ എഴുതും. നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്നവരല്ലേ? പത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആദ്യം ഒരു ഹെഡ്ലൈൻ ഉണ്ടാകും അല്ലേ? എന്താണ് സംഭവം നടന്നത് എന്നുള്ളതിന് ഒരു മെയിൻ ഹെഡിങ് ഉണ്ടാകും. അത് ആരാണോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അതായത് ചിലപ്പോ ഏതെങ്കിലും ആളുടെ പേരൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ആൾ ഉണ്ടാവില്ല, റിപ്പോർട്ടിൽ ഉണ്ടാകില്ല. അപ്പൊ റിപ്പോർട്ടർ ഉണ്ടെങ്കിൽ ഇതിന്റെ റിപ്പോർട്ടറുടെ പേര് എഴുതുക, അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്ലേസും ഡേറ്റും എഴുതുക. അതായത് ഇപ്പോ ജനുവരി 1 കണ്ണൂര് അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങൂലേ, അങ്ങനെയാണ് ഡേറ്റും പ്ലേസും കൊടുക്കുക. പിന്നെ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ, എന്താണോ സംഭവം, മീൻസ് എന്തിങ്ങനെ നടന്നു എന്നുള്ള ചെറിയൊരു ബ്രീഫ് ഇത് കൊടുക്കൂലേ, അതാണ്. സെക്കൻഡ് പാരഗ്രാഫിൽ മെയിൻ സമ്മറി, മെയിൻ ആയിട്ട് സമ്മറി പറയണം. അവിടെ എങ്ങനെ, എന്ത്, വാട്ട്, വെൻ, ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെയാണ് പോവുക. ആൻഡ് തേർഡ് പാരഗ്രാഫിൽ കൺക്ലൂഷൻ ആണ്. ഇതിലെ സെക്കൻഡ് പാരഗ്രാഫ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. അവിടെയാണ് ഈ വാട്ട്, വെൻ, വേർ, ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുക. എങ്ങനെ സംഭവിച്ചു, എന്താണ് സംഭവിച്ചത്, ആരൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് അവിടെയാണ് കൊടുക്കുക. ഈ സെക്കൻഡ് പാരഗ്രാഫ് തന്നെ ആയിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാരഗ്രാഫും. അത് വായിച്ചാലാണ് നമുക്ക് ആ ഒരു ന്യൂസ് റിപ്പോർട്ട് മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈനും കിട്ടുക. ഫോർ എക്സാമ്പിൾ നോക്കിയാലോ, ഈ ചാപ്റ്ററിൽ നിന്ന് റോസ പാർക്സ് റെഫ്യൂസ് ടു മൂവ്, റോസ ആ ബസ്സിൽ നിന്ന് മാറി തരൂല എന്ന് പറയുന്നുണ്ടല്ലേ. ആൻഡ് ചേഞ്ച് ദ ലൈവ്സ് ഓഫ് മില്യൺസ്, അങ്ങനെ മാറിത്തരാത്തത് കാരണം അവൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അത് മറ്റുള്ളവർക്കൊക്കെ ഒരു പ്രചോദനം ആകുന്നില്ലേ? അവളുടെ ആ ഒരു അറസ്റ്റിലൂടെ അവർക്കൊരു സിവിൽ റൈറ്റ് മൂവ്മെന്റ് കിട്ടുന്നുണ്ടല്ലേ, അവർക്കൊരു അവകാശം കിട്ടുന്നുണ്ട്. ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദ ലെസൺ, നിങ്ങൾ ഈ പാഠം വായിച്ചിട്ട് നമ്മളോട് ഒരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് പറയുന്നത്. എന്തിന്റെ ബേസിലാണ്? ഓൺ റോസ പാർക്സ് അറസ്റ്റ്. റോസ പാർക്സിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന്റെ പേരിൽ ഒരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് എന്താണ്? ഇവിടെ ഫോർമാറ്റ് നോക്കണം. ആദ്യം കൊടുക്കേണ്ടത് ഹെഡ്ലൈൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഹെഡിങ് എന്താണ്? ബ്ലാക്ക് വുമൺ അറസ്റ്റഡ് ആൻഡ് ഫൈൻഡ്. ബ്ലാക്ക് വുമൺ, ഒരു കറുത്ത പാസഞ്ചർ, കറുത്ത സ്ത്രീ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റോസ പാർക്സിനെയാണ്. അന്ന് ആ ഒരു കാലത്ത് അങ്ങനെയായിരുന്നല്ലോ അഡ്രസ് ചെയ്തിരുന്നത് അവരെ, അതുകൊണ്ടാണ് ബ്ലാക്ക് വുമൺ. ബ്ലാക്ക് വുമൺ അറസ്റ്റഡ് ആൻഡ് ഫൈൻഡ്, അവരെ അറസ്റ്റ് ചെയ്തു. ആൻഡ് ഫൈൻ എന്ന് പറഞ്ഞാൽ പിഴ ചുമത്തൂല്. ഒരു ലോ അനുസരിക്കാനല്ലേ, ലോ തെറ്റിച്ചില്ലേ റോസ പാർക്സ്, അതുകൊണ്ട് അവർക്ക് ഫൈൻ കിട്ടി എന്നാണ് പറയുന്നത്. പിന്നെ കൊടുക്കേണ്ടത് നമ്മൾ പ്ലേസും അതുപോലെ ഡേറ്റും ആണ്. പ്ലേസ് ആൻഡ് ഡേറ്റ്. ഇവിടെ എന്താണ്? മോൺഗോമറി. മോൺഗോമറിയിലാണ് ഈ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നത്. അമേരിക്കയിലെ മോൺഗോമറിയിൽ December 1, 1955 ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പം പ്ലേസും ഡേറ്റും കൊടുക്കുക. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തുടങ്ങുകയാണ്. എ ബ്ലാക്ക് വുമൺ റോസ പാർക്സ് വാസ് അറസ്റ്റഡ് യെസ്റ്റർഡേ ആഫ്റ്റർ റെഫ്യൂസിംഗ് ടു ഗിവ് അപ്പ് ഹെർ സീറ്റ് ഫോർ എ വൈറ്റ് മാൻ ഓൺ മോൺഗോമറി ബസ്. ഇതാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വരുന്ന ഫസ്റ്റിൽ എഴുതേണ്ടത്. എ ബ്ലാക്ക് വുമൺ റോസ പാർക്സ്. റോസ പാർക്സ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് വുമൺ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്തിനെ? ആഫ്റ്റർ റെഫ്യൂസിംഗ് ടു ഗിവ് അപ്പ് ഹെർ സീറ്റ്. അവളുടെ സീറ്റ് ഒരു വൈറ്റ് മാന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു മാറി കൊടുക്കില്ല എന്ന് നിരസിച്ചത് കാരണം റോസ പാർക്സ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് വുമനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. റോസ വാസ് റിപ്പോർട്ടഡ് ടു ഹാവ് ഡിസൊബേഡ് ദ ഡ്രൈവേഴ്സ് ഓർഡേഴ്സ്. റോസ എന്ത് ചെയ്തു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കഴിഞ്ഞത്? റോസ ഡ്രൈവറുടെ ഓർഡർ, ഡ്രൈവർ പറഞ്ഞത് അനുസരിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആൻഡ് സ്റ്റേഡ് ഇൻ ഹെർ സീറ്റ്, അവൾ അവളുടെ സീറ്റിൽ തന്നെ നിന്നു. ദ പോലീസ് വർ കോൾഡ്, പോലീസിനെ വിളിച്ചു. ആൻഡ് ഷീ വാസ് അറസ്റ്റഡ് ആൻഡ് ഫൈൻഡ്, അങ്ങനെ അവളെ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവളെ അവളുടെ പേരിൽ പിഴ ചുമത്തുകയും ചെയ്തു. റോസ പാർക്സ് ആർഗ്യൂഡ് ദാറ്റ് ദ ലോ വാസ് അൺഫെയർ. റോസ പറയുന്നത് നിയമം ഫെയർ അല്ല, എല്ലാവർക്കും ഒരുപോലെ, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ളതല്ല, അൺഫെയർ ആണ്. ആൻഡ് സെഗ്രിഗേറ്റഡ് പീപ്പിൾ ബേസ്ഡ് ഓൺ ദ കളർ ഓഫ് ദർ സ്കിൻ. ആളുകളെ നിർണയിക്കുന്നത് അവരുടെ സ്കിൻ,
അവരുടെ സ്കിന്നിന്റെ കളർ അനുസരിച്ചിട്ടാണ്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നവരെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നടത്തുന്നുണ്ട് എന്നാണ് റോസ പറഞ്ഞത്. ഹെർ അറസ്റ്റ് വാസ് സ്പാർക്ക്ഡ് പ്രൊട്ടസ്റ്റ്. അവളുടെ അറസ്റ്റ് ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് വഴിതിരിച്ചു. ആൻഡ് മെനി ബിലീവ് ദാറ്റ് ദിസ് ഇൻസിഡന്റ് കുഡ് ലെഡ് ടു ഫർദർ ആക്ഷൻസ് അഗെയിൻസ്റ്റ് റേഷ്യൽ ഇൻജസ്റ്റിസ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നത് ഈ ഒരു ഇൻസിഡന്റ് മുന്നോട്ടുള്ള റേഷ്യൽ ഇൻജസ്റ്റിസ്, അവരുടെ ആ ഒരു വർണ്ണ വിവേചനത്തിനെതിരെ ഒരു ആക്ഷൻ, ഒരു നിയമ നടപടി ആയിരിക്കുമെന്ന് ഒരുപാട് പേര് വിചാരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ന്യൂസ് റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു സംഭവത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാണല്ലേ. അപ്പൊ നമ്മൾ പാസ്റ്റിലായിരിക്കും എല്ലാം എഴുതുക. അതായത് ഇവിടെ നോക്കി മനസ്സിലാവും, റോസ പാർക്സ് വാസ് അറസ്റ്റഡ്, കഴിഞ്ഞു പോയതാണല്ലേ, അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് റോസ വാസ് റിപ്പോർട്ടഡ്, അവള് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, അങ്ങനെയാണ് കേട്ടോ പറയാം. ഡിസൊബേഡ്, ഡിസൊബേ പറഞ്ഞാല് അവള് നിരസിച്ചു എന്നുള്ള കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ദി പോലീസ് വെർ കോൾഡ്, പോലീസിനെ വിളിക്കപ്പെട്ടു. ആൻഡ് ഷീ വാസ് അറസ്റ്റഡ്, അവൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് ഫൈൻഡ്. അങ്ങനെ നിങ്ങൾ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, പാസ്റ്റിലായിരിക്കാം റിപ്പോർട്ട് എഴുതുമ്പോൾ ടെൻസ് ഒക്കെ എഴുതേണ്ടത്. ഓക്കെ ഓക്കെ നമുക്ക് നെക്സ്റ്റ് മൂവ് ചെയ്യാം. നമ്മൾ നോക്കി കോൺവെർസേഷൻ ബിറ്റ്വീൻ റോസ പാർക്സ് ആൻഡ് ഡ്രൈവർ. നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് 3 തന്നെ 3rd ചാപ്റ്റർ ദി സോവർ എന്ന് പറയുന്ന ഒരു പോയമാണ്. ഈ പോയത്തിലൂടെ നമുക്ക് ഒരു സോവറിനെ കാണിച്ചു തരാൻ. സോവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു പാടത്തൊക്കെ പണിയെടുക്കുന്ന, നമ്മള് വിത്ത് വിതയ്ക്കൂല പാടത്ത്, അയാളാണ് ഈ സോവർ. ഇവിടെ സോവർ എന്ന് വിത്ത് വിതയ്ക്കാൻ പ്രത്യേകിച്ച് ഒരാളൊന്നും അല്ല ഉണ്ടായിരിക്കുക, ഫാർമർ തന്നെയാണ് ഈ സോവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടെ ചാപ്റ്ററിൽ സോവർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ സോവറിന്റെ, അദ്ദേഹം പാടത്ത് ജോലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു പോയത്തിലൂടെ പറഞ്ഞു തരുന്നത്. അയാള് നേരം ഇരുട്ടിയിട്ടും ടയേർഡാവാതെ, ക്ഷീണമൊന്നും ഇല്ലാതെ രാത്രി സമയത്തും ജോലി ചെയ്യുന്നത് നമ്മുടെ ഓദർ കാണാണ്. ഓദർ ആരാണ്? വിക്ടർ ഹ്യൂഗോ. അപ്പൊ ഈ ചാപ്റ്ററിലൂടെ പറഞ്ഞു തരുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്, കഠിനാധ്വാനം, അതുപോലെ പെർസീവിയറൻസ്, സഹനം, ആൻഡ് റെസ്പെക്ട് ഫോർ ലേബർ, ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത, റെസ്പെക്ട് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കാണിച്ചു തരുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, സോങ്സ് ആവുമ്പം അല്ലെങ്കിൽ പോയംസ് ആവുമ്പം അതിൽ നിന്ന് മെയിൻലി അപ്രീസിയേഷനും, അതുപോലെ അല്ലെങ്കിൽ സോങ്ങിലെ പോയത്തിലെ ഒരു ഏതെങ്കിലും ഒരു പാട്ട് തരും, അതായത് 2-3 സ്റ്റാൻസാസ് തരും. എന്നിട്ട് അതിൽ 4-5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെയാണ് മെയിൻലി എക്സാമിന് ചോദിക്കല്. അപ്പൊ നിങ്ങൾ പോയംസ് ആണെങ്കിൽ നന്നായിട്ട് പാഠം വായിക്കാൻ തന്നെ വേണം. കാരണം ആ ലൈനിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഒരു 2-3 സ്റ്റാൻസാസ് തന്നിട്ട് 4-5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അതിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം? പോയം വായിച്ചിട്ട് തന്നെ പോകണം. ഞാൻ പോയം വായിക്കുന്നതോടൊപ്പം പോയം ആരാണ് എഴുതിയിരിക്കുന്നത് എന്ന് മസ്റ്റ് ആയിട്ട് നോക്കി പോകണം. കാരണം നമുക്ക് അപ്രീസിയേഷൻ എഴുതുമ്പോൾ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഹു ഇസ് റിട്ടൺ ബൈ ദ പോയം. അപ്പൊ ദ സോവർ എന്ന ഈ പോയം എഴുതിയിരിക്കുന്നത് വിക്ടർ ഹ്യൂഗോ ആണ്. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയ കാര്യം 2 കാര്യമേ ഉള്ളൂ. ഒന്ന് അപ്രീസിയേഷൻ ആണ്. സാധാരണ പോയത്തിൽ ചോദിക്കുന്നത് അപ്രീസിയേഷൻ ആണ്. അപ്രീസിയേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഓരോ സ്റ്റാൻസാസിലും എന്താണ് മീൻ ചെയ്യുന്നുണ്ടാവില്ലേ, ഓരോ സ്റ്റാൻസാസിലും കഴിയുന്നില്ലെങ്കിലും മൊത്തത്തിലുള്ള ഒരു അപ്രീസിയേഷൻ നിങ്ങൾ നോക്കി വെക്കുക, അത് എഴുതുക. അതോടൊപ്പം തന്നെ എല്ലാ റൈമിംഗ് വേർഡ്സ്, ഇമേജസ്, പോയറ്റിക് ഡിവൈസസ് ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതായത് ചിലപ്പോൾ മെറ്റഫർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, ഇത് 3ആണ് മെയിൻലി നിങ്ങൾക്ക് ചോദിക്കുക. അപ്പൊ ഈ പോയംസിൽ ഞാൻ പറഞ്ഞില്ലേ 2 സ്റ്റാൻസാസ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞില്ലേ, അതിലൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു ലൈൻ തന്നിട്ട് ആ ലൈനിലെ പോയറ്റിക് ഡിവൈസ് കണ്ടുപിടിക്കാൻ. അപ്പൊ സിമിലി എങ്ങനെ കണ്ടുപിടിക്കാന്നറിയോ? പോയത്തിൽ എവിടെയെങ്കിലും ആസ് ഓർ ലൈക്ക്, AS ഓർ ലൈക്ക്, LIKE, ഈ 2 വേർഡ്സ് നിങ്ങൾക്ക് നിൽക്കുന്ന ലൈനിൽ, ഇപ്പൊ 2 ലൈന് തരും. ഏതെങ്കിലും ഒരു പോയം തന്നാൽ ആ 2 ലൈൻ തന്നിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ഈ ലൈനിൽ ഒരു പോയറ്റിക് ഡിവൈസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ലൈന് തരും. അപ്പൊ ആ ലൈനിൽ ആസ് ഓർ ലൈക്ക് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് സിമിലിയാണ്. അതിൽ കൊടുത്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് സിമിലിയാണ്. ഇനി അതല്ല പേഴ്സോണിഫിക്കേഷൻ ആണെങ്കിൽ മനുഷ്യന്റെ ക്വാളിറ്റീസ് ഇല്ലേ, മനുഷ്യന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊന്നും ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പോയത്തിൽ കൊടുക്കുന്ന ചില സംഭവങ്ങൾക്കൊന്നും കഴിയൂല. അപ്പൊ മനുഷ്യന്റെ ക്വാളിറ്റീസ് വേറെ എന്തിനെങ്കിലും ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പേഴ്സോണിഫിക്കേഷൻ. മനുഷ്യന്റെ ക്വാളിറ്റീസ് മനുഷ്യനല്ലാതെ വേറെ എന്തിനെങ്കിലും കൊടുത്തതായിട്ട് പോയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് പേഴ്സോണിഫിക്കേഷൻ. ഇനി അതല്ല മെറ്റഫർ എന്ന് പറയുകയാണെങ്കിൽ ഒരു സാധനത്തെ മറ്റൊരു സാധനവുമായി കമ്പയർ ചെയ്യുന്നതാണ് മെറ്റഫർ. അതായത് നമ്മൾ പറയൂലേ ഷീസ് എ ടൈഗർ എന്നൊക്കെ പറയും. ഷീസ് എ ടൈഗർ എന്ന് പറഞ്ഞാൽ അവളൊരു പുലിയാണ് എന്നാണ്? അല്ല, അവള് പുലിയെ പോലെ അത്രക്കൊരു
ഗൗരവമുള്ള അങ്ങനെയുള്ള ഒരാളാണ് എന്നല്ല നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പൊ അതാണ് മെറ്റഫർ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുന്നത് സാധാരണ കണ്ടിട്ടുള്ളത് സിമിലി, പെർസോണിഫിക്കേഷൻ, മെറ്റഫർ ആണ്. മെറ്റഫർ അത്രയ്ക്കാണ് കണ്ടിട്ടില്ലെങ്കിലും സിമിലി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ആസ് ഓർ ലൈക്ക് എന്ന എക്സ്പ്രഷന് ഏതെങ്കിലും ലൈൻസിൽ വരികയാണെങ്കിൽ അതാണ് സിമിലി. ഓക്കെ, ആ ലൈനിൽ സിമിലി ഉണ്ട് എന്ന് പറയാം. അപ്പൊ പോയംസ് ആകുമ്പോൾ ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ അപ്രീസിയേഷൻ പഠിച്ചു വെക്കുക. അതുപോലെ നന്നായിട്ട് പോയം വായിച്ചേ പോകാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് സെയിം ഒരു പോയം തന്നെയാണ്. ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്ന ഒരു പോയം എഴുതിയിരിക്കുന്നത് ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോ. മുന്നത്തെ പോയം എഴുതിയിരിക്കുന്നത് ആരാണ്? വിക്ടർ ഹ്യൂഗോ ആണ്. ഇത് ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോ. ഇതിലൂടെ പറഞ്ഞു തരുന്നത് ഒരു ബ്ലാക്ക് സ്മിത്ത്. ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? കൊല്ലൻ. അതായത് ഇരുമ്പ് കൊണ്ട് സാധനങ്ങൾ നിർമ്മിക്കുകയും അതൊക്കെ നന്നാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ കൊല്ലൻ എന്ന് പറയുന്നത്. അപ്പൊ അയാളുടെ ഒരു ജീവിതമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കാണിച്ചു തരുന്നത്. അയാൾ ഒരു ചെസ്നട്ട് ട്രീ, വലിയൊരു ചെസ്നട്ട് ട്രീയുടെ താഴെയാണ് വർക്ക് ചെയ്യുന്നത്. അയാൾ എങ്ങനെയുള്ള ആളാണ്? ഒരു വലിയ മൈറ്റി മാൻ ആണ് അല്ലെ, ഭയങ്കര ആരോഗ്യവാനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൈയൊക്കെ ഇരുമ്പ് ദണ്ടിനെ പോലെ സ്ട്രോങ് ആന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ആസ് മസിൽസ് ഓഫ് അയേൺ ബാൻഡ്സ്, ആസ് ഓഫ് അയേൺ ബാൻഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അയേൺ ബാൻഡ്, ഇരുമ്പ് ദണ്ടിനെ പോലെ സ്ട്രോങ് ആണ്. ആൻഡ് പിന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ജീവിത രീതിയൊക്കെ പറയുന്നുണ്ട്. അയാളെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവും. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ടുണ്ട്. മകള് പാട്ട് പാടുമ്പോ ഭാര്യ പാട്ട് പാടുന്നത് പോലെ തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒരു വില്ലേജ് ബ്ലാക്ക് സ്മിത്തിലെ ഗ്രാമത്തിലുള്ള ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ കഥയാണ്, ലൈഫാണ് ഈ ഒരു പോയത്തിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ പോയത്തിലും എനിക്ക് പറയാനുള്ളത് അപ്രീസിയേഷനും ക്വസ്റ്റ്യൻ ആൻസറും തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്രീസിയേഷൻ നിങ്ങൾ മൊത്തത്തിൽ പഠിച്ചു വെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പാഠം നന്നായിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് പാഠത്തിൽ ഏകദേശം പോയിന്റ്സ് ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് അപ്രീസിയേഷൻ എഴുതാൻ നോക്കുക. അപ്രീസിയേഷൻ എഴുതുമ്പോൾ കഴിയുകയാണെങ്കിൽ പോയറ്റിക് ഡിവൈസസും അതുപോലെ തന്നെ റൈമിംഗ് സ്കീമും റൈമിംഗ് വേഴ്സും ഒക്കെ എഴുതാൻ ശ്രമിക്കാം. പിന്നെ ആൻസർ ദ ക്വസ്റ്റ്യൻസ്, ഇത് മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം പോയിന്റ്സ് നിങ്ങൾ നന്നായിട്ട് 2-3 തവണ വായിച്ചു പോയാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ പോയം പഠിക്കുന്ന നേരത്ത് അതിലെ താഴെ വന്നിട്ട് പോയം കഴിഞ്ഞിട്ട് ചാപ്റ്റർ ബാക്കിൽ 2-3 ക്വസ്റ്റ്യൻസ് കൊടുക്കില്ലേ, അതന്നെയാണ് വരല്. അപ്പോൾ നിങ്ങൾ അത് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ പോയത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതോടുകൂടി നമ്മളെ യൂണിറ്റ് 3 കഴിയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് 4 ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. യൂണിറ്റ് 3 എല്ലാവർക്കും ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് യൂണിറ്റ് 4ലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് യൂണിറ്റ് 4 തുടങ്ങുകയാണ്. യൂണിറ്റ് 4ൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് 2 പോയംസ് ആണ്. നമുക്ക് യൂണിറ്റ് 3ലും 4ഉം കൂടെ കൂട്ടിയിട്ട് 4 പോയംസ് ആണ് പഠിക്കാനുള്ളത്. 2 യൂണിറ്റും കൂടെ കൂട്ടിയാൽ 8 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ 4 പോയംസ് ആണ്, 4 സ്റ്റോറീസും ആണ്. അപ്പൊ നെക്സ്റ്റ് പഠിക്കാനുള്ളത് ദ സോങ് ഓഫ് ദി ഫ്ലവർ എന്ന് പറയുന്ന ഖലീൽ ജിബ്രാൻ എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. ബ്യൂട്ടിഫുൾ പോയമാണ്. ഇതിലെ സോങ് ഓഫ് ദി ഫ്ലവർ, പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും, ഫ്ലവർ ആണ് സോങ് പറയുന്നത്. ഈ പോയം പറഞ്ഞു തരുന്നത് ആരാണ്? ഫ്ലവർ ആണ്. ഐ എന്ന് പറഞ്ഞിട്ടാണ് ഈ പോയം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ പോയത്തിലെ സ്പീക്കർ ഈ ഫ്ലവർ ആണ്. ഫസ്റ്റ് പേഴ്സൺ നാരറ്റീവിലാണ് പോയം എഴുതിയിരിക്കുന്നത്. എ ഫ്ലവർ സ്പീക്സ് അബൌട്ട് ഇറ്റ് സെൽഫ്, ഒരു ഫ്ലവർ അതിനെ പറ്റിയിട്ട് തന്നെ സ്വന്തമായിട്ട് പറഞ്ഞു തരികയാണ് നമുക്ക്. ആൻഡ് ടെൽസ് ഹൗ ഇറ്റ് ബിക്കെയിം പാർട്ട് ഓഫ് നേച്ചർ, അത് നേച്ചർ പ്രകൃതിയുടെ ഭാഗമായിട്ട് എങ്ങനെ മാറി എന്നതും കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറഞ്ഞു തരുന്നത്. ഇറ്റ് ടെൽസ് അബൌട്ട് ഹൗ ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് ജോയ് ആൻഡ് സോറോ. അതോടൊപ്പം തന്നെ ഈ ഫ്ലവർ എന്ന് പറയുന്നത് ചില സമയത്ത് സങ്കടത്തിന്റെയും ചില സമയത്ത് സന്തോഷത്തിന്റെയും ഭാഗമാവുന്നുണ്ട്. അതൊക്കെ പോയം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പോയത്തിൽ ഞാൻ പറഞ്ഞല്ലോ അപ്രീസിയേഷനും ക്വസ്റ്റ്യൻ ആൻസറും തന്നെയാണ് ഇമ്പോർട്ടന്റ്. ഈ ചാപ്റ്ററിന്റെ അപ്രീസിയേഷൻ ഒന്ന് നോക്കണം. കാരണം ഞാൻ ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇതിൽ നിന്നാണ് അപ്രീസിയേഷൻ വന്നിട്ടുള്ളതും. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഖലീൽ ജിബ്രാൻ ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റ് ആണ്. ഈ ചാപ്റ്റർ നിങ്ങൾ നോക്കിയിട്ടൊന്ന് പോകണം. ഇതിന്റെ അപ്രീസിയേഷൻ നോക്കുകയാണെങ്കിൽ, സോങ് ഓഫ് ദി ഫ്ലവർ ഇസ് എ പ്രൊഫൗണ്ട് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് പോയം ബൈ ഖലീൽ ജിബ്രാൻ ദാറ്റ് ബ്യൂട്ടിഫുള്ളി ക്യാപ്ചേഴ്സ് ദ എസൻസ് ഓഫ് ലൈഫ് ആൻഡ് നേച്ചർ ത്രൂ ദ വോയിസ് ഓഫ് എ ഫ്ലവർ. ഒരു ഫ്ലവറിന്റെ വോയിസ്, ഒരു ഫ്ലവറിന്റെ ശബ്ദത്തിലൂടെ നമുക്ക് ജീവിതത്തിന്റെയും അതുപോലെ തന്നെ പ്രകൃതിയുടെയും ഒരു എസെൻസ് കാണിച്ചു തരുന്നതാണ് ഈ സോങ് ഓഫ് ദ ഫ്ലവർ എന്ന് പറയുന്ന പോയം. ദ പോയം എക്സ്പ്ലോർ ദ സിംബോളിക് റോൾ ഓഫ് ഫ്ലവർ വിച്ച് പ്രസൻസ് ബ്യൂട്ടി, പ്യൂരിറ്റി ആൻഡ് ദ എറ്റേണൽ സൈക്കിൾ ഓഫ് ലൈഫ്. ഇവിടെ പറയുന്നത് ഒരു ഫ്ലവറിന്റെ ലൈഫ് സൈക്കിൾ ആണെങ്കിലും അത് നമ്മൾക്ക് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ടും കൂടെ കണക്കാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാന്ന് പോയത്തിലൂടെ പോകുമ്പോൾ പറഞ്ഞു തരാം. ദ ഫ്ലവർ ഈസ് കൺസീവ്ഡ് ഇൻ വിന്റർ. ഈ ഫ്ലവർ
അതിന് ഗർഭം ധരിച്ചിരിക്കുന്നത് വിന്റർ മഞ്ഞുകാലത്താണ്. ആൻഡ് ബോൺ ഇൻ സ്പ്രിംഗ്, സ്പ്രിംഗിലാണ് അത് ജനിച്ചത്. ആൻഡ് നേർച്ചേർഡ് ഇൻ സമ്മർ, അതിനെ വളർത്തിയത് സമ്മറിലാണ്. ആൻഡ് ഫേഡ്സ് ഇൻ ഓട്ടം, അത് നശിച്ചു പോകുന്നത് ഓട്ടത്തിലാണ്. ആൻഡ് റിഫ്ലക്ട് ദ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഇതെന്തിനാണ് സ്റ്റേജ് റിഫ്ലക്ട് ചെയ്യുന്നത്? നമ്മുടെ മനുഷ്യന്റെ ഹ്യൂമന്റെ ലൈഫ് സൈക്കിൾ ഇതുപോലെ തന്നെയല്ലേ? നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ജനിക്കുന്നു, പിന്നെ ഒരു വയസ്സാകുമ്പോൾ നമ്മൾ യൂത്തിലേക്ക് കടക്കുന്നു, പിന്നെ നമ്മൾ വീണ്ടും ഓൾഡ് ഏജിലേക്ക് കടക്കല്ലേ? അപ്പൊ ഒരു ലൈഫ് തുടങ്ങുന്നത് മുതൽ ഒരു ഡെത്ത് വരെയുള്ള ഒരു കാര്യം റീസൈക്കിൾ പോലെ നമ്മളുടെയും ജീവിതം ഇതുപോലെ തന്നെയാണ്. ഈ ഒരു ഫ്ലവറിന്റെ ജീവിതം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം എന്നാണ് ഇതിലൂടെ കാണിച്ചു തരുന്നത്. സൈക്കിൾ ഓഫ് എ ലൈഫ്, ഹ്യൂമൻ ലൈഫും കൂടെയാണ് കേട്ടോ ഇത് കാണിച്ചു തരുന്നത്. പിന്നെ ഈ പോയത്തിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അപ്രീസിയേഷൻ എഴുതുമ്പോൾ നമുക്ക് ഇതിൽ ഇമേജസ്, മെറ്റഫേഴ്സ് അങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. ഒരു പോയത്തിൽ ഞാൻ പറഞ്ഞുതരാം. ജിബ്രാൻ യൂസസ് വിവിഡ് മെറ്റഫേഴ്സ്, ഇതിൽ ഒരുപാട് മെറ്റഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇമേജസ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചില പോയിന്റ്സ് വായിക്കുമ്പോൾ മനസ്സിലാവൂലേ? ചില ലൈൻസ് ഒക്കെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നും ആ പറയുന്ന സംഭവം നമ്മുടെ കൺമുന്നിലുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഫീൽ ചെയ്യൂലേ? അതാണ് ഇമേജസ്. സച്ച് ആസ് ബീങ് എ സ്റ്റാർ ഫാളൻ ഫ്രം ദ സ്കൈ, ഈ ഫ്ലവർ പറയുന്നുണ്ട് ഐ ആം എ സ്റ്റാർ ഫാളൻ ഫ്രം ദ സ്കൈ, ആകാശത്തിൽ നിന്നും വീണ ഒരു സ്റ്റാർ ആണ് ഞാൻ എന്ന് ഈ ഫ്ലവർ പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് ഇമേജ് കിട്ടുന്നില്ലേ? എന്താണ്? ഒരു സ്റ്റാറിന്റെ ഒരു ഇമേജ്, ആകാശത്തിൽ നിന്നും പൊഴിഞ്ഞു വീണ ഒരു സ്റ്റാർ, അങ്ങനെ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ വരുന്നില്ല. അങ്ങനെ വരുന്ന കാര്യമാണ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു മെറ്റഫർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ദ ഫ്ലവേഴ്സ് ഡെയിലി റിച്വൽസ് ഓഫ് ഗ്രീറ്റിംഗ് ദ ഡോൺ, പിന്നെ പറയുന്നത് ഫ്ലവർ ദിവസം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഗ്രീറ്റിംഗ് ദ ഡോൺ, പുലരിയെ അത് വരവേൽക്കും, രാവിലെ വരുന്നത് അത് വരവേൽക്കും. ആൻഡ് വൈകുന്നേര സമയങ്ങളിൽ അത് നമുക്ക് ഫെയർവെൽ തരും, യാത്രയയപ്പ് നൽകും. അതുപോലെ തന്നെ അത് ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഭയങ്കര ഹോപ്പുള്ള ആളാണ് ഫ്ലവർ. ഫ്ലവർ ഒരിക്കലും താഴത്തോട്ടും നോക്കില്ല, ഫ്ലവർ എപ്പോഴും മേലോട്ടാണ് നോക്കി നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യം. ദ ഫ്ലവർ ഓൾസോ പ്ലേസ് എ സിംബോളിക് റോൾ ഇൻ ബോത്ത് ജോയ്സ് ആൻഡ് സോറോഫുൾ ഒക്കേഷൻസ്. ഈ ഫ്ലവർ എന്ന് പറയുന്നത് ഒരേ സമയം രണ്ട് കാര്യങ്ങൾ, അതായത് സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ഭാഗമായിട്ട് മാറുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ആസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വെഡിങ്സ്, കല്യാണ സമയത്ത് ഒക്കെ ആയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യാറില്ലേ? അതൊരു സന്തോഷമുള്ള മൊമെന്റ് അല്ലേ? ആസ് എ ഗിഫ്റ്റ് ഓഫ് ലവ്, ലവേഴ്സ് തമ്മിൽ ഫ്ലവേഴ്സ് കൈമാറാറില്ലേ? അതൊരു സന്തോഷമുള്ള സമയത്തല്ലേ? ആൻഡ് ഇൻ ഫ്യൂണറൽസ്, മരിച്ചവർക്ക് നമ്മൾ റീത്തായിട്ട് ഈ പൂക്കൾ കൊടുക്കാറില്ലേ? അതൊരു സങ്കട സമയത്ത് കൊടുക്കുന്നതല്ലേ? സിംബിളൈസിങ് ദ റിമംബറൻസ് ആൻഡ് ഫെയർവെൽ. അപ്പൊ ഈ സന്തോഷ സമയത്തും സങ്കട സമയത്തും നമ്മൾ ഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലവറിനെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഇതെല്ലാം. ദിസ് ഡുവൽ റോൾ ഹൈലൈറ്റ്സ് ദ ഫ്ലവേഴ്സ് കണക്ഷൻ ടു ബോത്ത് ലൈഫ് ആൻഡ് ഡെത്ത്. ഈ ഒരു കണക്ഷൻ ഫ്ലവറിന്റെ ലൈഫ് ആൻഡ് ഡെത്ത്, ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു കണക്ഷനാണ് കാണിക്കുന്നത്. എംഫസൈസിങ് ദ സൈക്ലിക്കൽ നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്, നിലനിൽപ്പിന്റെ ഒരു സൈക്ലിക്കൽ നേച്ചർ, ഒരു പ്രകൃതമാണ് ഈ ഒരു ഫ്ലവറിന്റെ പ്രകൃതമാണ് ഇതിലൂടെ കാണിച്ചു തരുന്നത്. ത്രൂ ദ ഫ്ലവേഴ്സ് പെർസ്പെക്റ്റീവ്, അങ്ങനെ ഈ ഒരു ഫ്ലവറിന്റെ കഥ നമുക്ക് പറഞ്ഞു തന്നതിലൂടെ ജിബ്രാൻ എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ഫോക്കസസ് ഓൺ ദ ലൈറ്റ് ആൻഡ് പോസിറ്റീവ് ആസ്പെക്ട് ഓഫ് ലൈഫ്. നമ്മളുടെ ജീവിതത്തിലെ പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗം നമ്മൾ ചിന്തിക്കണം എന്നാണ് ജിബ്രാൻ ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കൺവേ ചെയ്തു തരുന്ന ഒരു മെസ്സേജ്. ജസ്റ്റ് ആസ് എ ഫ്ലവർ ഓൾവേസ് ലുക്ക് അപ്പ് ദ സ്കൈ, ഈ ഫ്ലവർ എപ്പോഴും മേലോട്ടല്ല നോക്കി നിൽക്കുക. നിങ്ങളൊരു ഫ്ലവറെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളൊരു ഫ്ലവർ കാണുമ്പോൾ അത് എപ്പോഴും സൂര്യനെ നോക്കിയിട്ട് നല്ല നിൽക്കുക, മേലോട്ട് ഇങ്ങനെ ഉയർന്ന് നല്ല പ്ലസന്റ് ആയിട്ടുള്ള നിൽക്കുക. അതൊരിക്കലും അതിന്റെ നിഴല് താഴെ അതിന്റെ നിഴല് അത് നോക്കാറുണ്ടോ? ഇല്ല, അതെപ്പോഴും മേലോട്ട് നോക്കി നിൽക്കുന്നതല്ല നമ്മൾ കാണുന്നത്. അതുപോലെ നമ്മളോടും പറയാണ്, നമ്മളും എപ്പോഴും ജീവിതത്തിന്റെ പ്ലസന്റ് സൈഡ്, മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ല ഭാഗം നോക്കിയിട്ട് മുന്നോട്ട് പോവാ. കഴിഞ്ഞു പോയ കാര്യത്തെ നമ്മൾ ഒരിക്കലും ദുഃഖിക്കരുത് എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കൺവേ ചെയ്ത് തരുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇതിൽ വേറെ മെറ്റഫേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സച്ച് ആസ് ദ ഐസ് ഓഫ് ദ ഡേ, രാവിലെയുടെ കണ്ണുകൾ എന്ന് പറയുന്നത് ആരാണ്? സൂര്യനാണല്ലേ. രാവിലെ നമ്മൾ നോക്കി നിൽക്കുന്ന കണ്ണ് ആരാണ്? സൂര്യനാണ്. അതാണ് ദ ഐസ് ഓഫ് ദി ഡേ. ആൻഡ് ദ ഐസ് ഓഫ് ദി നൈറ്റ്, രാത്രിയിലെ കണ്ണുകൾ ആരാണ്? സ്റ്റാർസ് ആണ്. അതിവിടെ കൊടുത്തിട്ടില്ല, വിട്ടുപോയതായിരിക്കും. സ്റ്റാർസ് ആണ് ഐസ് ഓഫ് ദ നൈറ്റ്. ഇത് രണ്ടും പോയത്തില് ഒരു ഭംഗി കൂട്ടുന്നില്ലേ? അപ്പൊ അതിനാണ് നമ്മൾ ഈ മെറ്റഫേഴ്സും പേഴ്സോണിഫിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അപ്രീസിയേഷനിൽ അതും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. വെറുതെ പോയത്തിന്റെ ഓരോ ലൈനിന്റെ മീനിങ് മാത്രം എഴുതി വെച്ചാൽ ചിലപ്പം ഫുൾ മാർക്സ് കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പോയറ്റിക് ഡിവൈസോ അതല്ല റൈമിംഗ് വേർഡ്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ എഴുതി വെക്കണം.
അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മളും ഒരു പോയത്തില് ഒരു പൂവിന്റെ പോലെ തന്നെ സന്തോഷമായിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മുന്നോട്ടുള്ള യാത്രയിൽ ഒപ്റ്റിമിസ്റ്റിക് വ്യൂവിൽ വേണം മുന്നോട്ട് പോകാൻ എന്നാണ് സോങ് ഓഫ് ദി ഫ്ലവർ, ഖലീൽ ജിബ്രാന്റെ സോങ് ഓഫ് ദി ഫ്ലവർ എന്ന പോയത്തിലൂടെ നമ്മൾ കൺവേ ചെയ്ത് തരുന്നൊരു മെസ്സേജ്. സോ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ചാപ്റ്റർ നന്നായിട്ട് വായിച്ചു പോവുക. അപ്രീസിയേഷൻ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ചാപ്റ്റർ നന്നായിട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് പോയം. സിമ്പിൾ പോയം ആണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് വേർഡ്സും കാര്യങ്ങളും ഒന്നുമില്ല. സോ പോയം ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വരുന്നതും സെയിം ഒരു പോയം തന്നെയാണ്. നളിനി ശർമ്മ, ഇന്ത്യൻ റൈറ്റർ ആയിട്ടുള്ള നളിനി ശർമ്മയാണ് ഫസ്റ്റ് ഷവേഴ്സ്, ആദ്യ മഴ എന്ന പേരിലുള്ള ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ഈ ഒരു പോയം നല്ല കേൾക്കാൻ നല്ല രസമുള്ള ഒരു പോയമാണ്. അതായത് ഒരു സ്ത്രീ അവള് ജോലി കഴിഞ്ഞ് മടങ്ങി വരികയാണ്. മടങ്ങി വരും ഭയങ്കര ക്ഷീണിതയായിരിക്കും അല്ലെ. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ജോലി എല്ലാം ചെയ്ത് ഭയങ്കര ടയേർഡ് ആയിട്ടുള്ള വരിക. ആ വരുന്ന സമയത്ത് അവള് വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്യാണ്. അപ്പൊ ക്ഷീണിച്ചു വരുന്ന അവളുടെ മുഖത്ത് ഭയങ്കര തളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ തളർച്ചയെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മഴ പെയ്യാണ്. ആ ഒരു മഴ അവൾക്ക് ഭയങ്കര ആശ്വാസം പകരുക. അവള് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഭയങ്കര ക്ഷീണിച്ച് സങ്കടത്തോടെ ജോലി സ്ഥലത്ത് നിന്ന് വന്ന അവളെ ആ മഴ കാരണം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നളിനി ശർമ്മ ഡിസ്ക്രൈബ്സ് ദ സൂത്തിങ് ആൻഡ് റിഫ്രഷിംഗ് എക്സ്പീരിയൻസ് ഓഫ് ദി ഫസ്റ്റ് റെയിൻ ആഫ്റ്റർ എ ലോങ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നല്ല ഒരു മഴ പെയ്യുന്നതിന്റെ ഒരു ആശ്വാസമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് നളിനി ശർമ്മ കാണിച്ചു തരുന്നത്. The poet, tired and weary from the heat and work, feels an immense sense of relief as the cool raindrops begin to fall. നമ്മുടെ പോയറ്റ് ആയിട്ടുള്ള ഈ ലേഡി, ഈ വുമണ് ജോലി സ്ഥലത്ത് നിന്ന് ഭയങ്കര ടയേർഡ് ആൻഡ് വെയറി, ഭയങ്കര ക്ഷീണിച്ചാണല്ലേ വന്നിരുന്നത്. ചൂടെല്ലാം ഏറ്റ് ചൂടൊക്കെ കൊണ്ട് ഭയങ്കര ക്ഷീണിച്ച് വന്നിരുന്ന ഈ ഒരു സ്ത്രീക്ക് ആ ഒരു മഴ ഭയങ്കര റിലീഫ്, ഭയങ്കര ഒരു ആശ്വാസം തരുന്നുണ്ട്. ആ ഒരു കൂൾ റെയിൻ ഡ്രോപ്സ്, തണുത്ത ആ മഴത്തുള്ളികൾ മുഖത്തും അവളുടെ ശരീരത്തിലും ഒക്കെ വീഴുന്ന നേരത്തെ അവൾക്ക് ഭയങ്കര ആശ്വാസം പകരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോയമാണ് ഫസ്റ്റ് ഷവേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയംസ് ആകുമ്പോൾ അപ്രീസിയേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആണ് ഇമ്പോർട്ടൻസ്. സോ നിങ്ങൾ അത് രണ്ടും നന്നായിട്ട് നോക്കുക. നമുക്ക് ചാപ്റ്റർ മൊത്തത്തിൽ കവർ ചെയ്ത് പോകാനുള്ള സമയമില്ല, അതുകൊണ്ടാണ്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കിയാലോ. ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ടെക്സ്റ്റിലെ 8th സ്റ്റാൻഡേർഡിലെ മൊത്തം ടെക്സ്റ്റിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഇത്, ദ നൈറ്റ് ആൻഡ് ദ റോസ്, ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് ബൈ ഓസ്കാർ വൈൽഡ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കടന്നു പോകില്ല. കാരണം അത്രക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറച്ച് ലോങ്ങും ആണ്, അതുപോലെ തന്നെ ഈസിയും ആണ്. കഥ കേൾക്കാൻ നല്ല രസമുള്ളതുണ്ട്, ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയിട്ടാണ്. നിങ്ങൾ കഥ നന്നാക്കി മനസ്സിലാക്കി വെച്ചാൽ ഏത് ക്വസ്റ്റ്യനും നല്ല രീതിക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ലൈറ്റ് ഓൺ ദ ഹീൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ, ആ ചാപ്റ്ററും റോസാ പാർക്ക് സാറ്റ് സ്റ്റിൽ, ആ രണ്ടാമത്തെ ആ ചാപ്റ്ററും ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററുമാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് 3 and 4 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഈ 3 ചാപ്റ്റേഴ്സ് നോക്കാണ്ട് ഒരിക്കലും എക്സാമിന് പോകരുത്. നല്ല പോലെ വായിച്ച് അതിലെ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് എക്സാമിന് പോവുക. ഈ 3 ചാപ്റ്റേഴ്സിനാണ് എന്താണ് ഇങ്ങനത്തെ ലെറ്റർ, ഡയറി, പോസ്റ്റർ, സ്പീച്ച്, ക്യാരക്ടർ സ്കെച്ച് ഒക്കെ വരിക. കാരണം അതിനെല്ലാം പോസിബിലിറ്റീസ് ഉള്ള 3 ചാപ്റ്റേഴ്സ് ആണ് ലൈറ്റ് ഓൺ ദ ഹീൽസും റോസാ പാർക്ക് സാറ്റ് സ്റ്റില്ലും അതുപോലെ ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസും. ഈ ചാപ്റ്ററിൽ തന്നെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാപ്റ്ററാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ക്യാരക്ടർ സ്കെച്ച്, ലെറ്റർ, ഡയറി, നോട്ടീസ് എല്ലാം ഇതിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്താലോ. നിങ്ങൾ കേൾക്കുന്നില്ലേ? പോയോ? ഇത് ഓക്കെ അല്ലേ? നമ്മൾ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്താലോ. അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ്. ഒരു രാപ്പാടിയും അതുപോലെ ഒരു റോസ് ട്രീയും തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ് ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ്. ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇതിൽ ഒരു യങ് സ്റ്റുഡന്റ് ഉണ്ട് ആൻഡ് നൈറ്റിംഗേലും പിന്നെ ഒരു റോസ് ട്രീയുമാണ് ഇതിലെ ക്യാരക്ടേഴ്സ്. എ ഷോർട്ട് സ്റ്റോറി അബൌട്ട് എ യങ് സ്റ്റുഡന്റ്. ഇതൊരു സ്റ്റുഡന്റിന്റെ ഷോർട്ട് സ്റ്റോറിയാണ്. ഹു ഈസ് ഡീപ്ലി ഇൻ ലവ് വിത്ത് ദ പ്രൊഫസേഴ്സ് ഡോട്ടർ. അവന് ഒരു പ്രൊഫസറുടെ മകളെ ഭയങ്കര ഇഷ്ടമാണ്. ദ ഗേൾ പ്രോമിസസ് ടു ഡാൻസ് വിത്ത് ഹിം അറ്റ് ദ പ്രിൻസസ് ബോൾ ഇഫ് ഹി ബ്രിങ്സ് ഹെർ എ റെഡ് റോസ്. അവന് അവൾക്കൊരു റെഡ് റോസ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ യുവരാജാവ് പങ്കെടുപ്പിക്കുന്ന ഒരു ബോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ്, ഒരു നൃത്ത വിരുന്ന് നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു റെഡ് റോസുമായിട്ട് അവന് വന്നാൽ അവന്റെ കൂടെ ഈ പ്രൊഫസറുടെ മകൾ ഡാൻസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു റെഡ് റോസിന് വേണ്ടിയിട്ടാണ് ഇവൻ നിൽക്കുന്നത്. ഡെസ്പറേറ്റ്
ബട്ട് ദർ ആർ നോ റെഡ് റോസസ് അവൈലബിൾ ഡ്യൂ ടു വിന്റർ. പക്ഷെ അവന്റെ ഗാർഡനിൽ റെഡ് റോസ് ഒന്നും ഇല്ല, കാരണം വിന്റർ ആണ്, മഞ്ഞുകാലം ആയതുകൊണ്ട് വിന്ററിൽ റോസ് ഒന്നും ഉണ്ടായിട്ടില്ല അവന്റെ ഗാർഡനിൽ. ഡെസ്പെറേറ്റ് ദ സ്റ്റുഡന്റ് ലാമൻസ് ഇൻ ഹിസ് ഗാർഡൻ ആൻഡ് എ നൈറ്റിംഗേൽ ഓവർ ഹിയർസ് ഹിം. അപ്പൊ ഈ ഒരു സങ്കടം പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ ഗാർഡനിൽ ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ഈ ഒരു സങ്കടം നമ്മുടെ നൈറ്റിംഗേൽ കേൾക്കാം. നൈറ്റിംഗേൽ എന്ന് പറഞ്ഞാൽ രാപ്പാടി. രാപ്പാടി അവന് റെഡ് റോസിന് കിട്ടാനില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ദ ബേർഡ് ഡിസൈഡ് ടു ഹെൽപ്പ് ഹിം. അങ്ങനെയെങ്കിൽ പക്ഷി അവനെ സഹായിക്കാം എന്ന് വിചാരിക്കാൻ. ദ നൈറ്റിംഗേൽ സാക്രിഫൈസ് ഹെർ ലൈഫ്. അങ്ങനെ ഈ നൈറ്റിംഗേൽ അവളുടെ ജീവിതം സാക്രിഫൈസ്, ത്യാഗം ചെയ്യാണ്. എന്തിന്? ഈ ഒരു ബോയ്ക്ക് വേണ്ടിയിട്ട്, അവന് റെഡ് റോസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ്? ബൈ പ്രസിംഗ് ഹെർ ചെസ്റ്റ് അഗെയിൻസ്റ്റ് എ തോൺ. ഒരു റോസ് ചെടിയുടെ മുള്ളിന് അഗെയിൻസ്റ്റ് ആയിട്ട്, മുള്ളിന് മേലെ അവളുടെ ചെസ്റ്റ്, അവളുടെ നെഞ്ച് വെച്ചുകൊണ്ട് അവൾ പ്രസ് ചെയ്യുന്നുണ്ട്. അലോയിങ് ഹെർ ബ്ലഡ് ടു ഫ്ലോ ഇൻ ടു ദ റോസ് ട്രീ. അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അവളുടെ ബ്ലഡ് ആ ഒരു റോസ് ട്രീയിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങൂലേ, ആ സമയത്ത് ആ രക്തം കൊണ്ട്, അവളുടെ ആ രക്തം കൊണ്ട് അവനൊരു റെഡ് റോസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവന് ആ റെഡ് റോസ് കൊടുക്കാലോ എന്നതാണ് നമ്മുടെ നൈറ്റിംഗേലിന്റെ പ്ലാൻ. പക്ഷെ എന്ത് പറ്റുന്നുണ്ട് ലാസ്റ്റ്? ദ ബേർഡ് ഡൈസ് ആഫ്റ്റർ ഹെർ സാക്രിഫൈസ്. ഈ ഒരു മുള്ള് ഹൃദയത്തിൽ തറച്ചു കയറുന്നത് കാരണം നമ്മുടെ ഈ നൈറ്റിംഗേൽ മരിച്ചു പോകുന്നുണ്ട് അല്ലെ. അങ്ങനെ നമ്മുടെ ബോയ്ക്ക് അറിയാൻ പറ്റുന്നില്ല നൈറ്റിംഗേലിന്റെ ഈ ഒരു സാക്രിഫൈസ് കാരണമാണ് ഇങ്ങനെ റെഡ് റോസ് ഉണ്ടായത് എന്നൊന്നും നമ്മുടെ ബോയ്ക്ക് മനസ്സിലാകുന്നില്ല. അവൻ ഭയങ്കര ഹാപ്പിയാണ് ലാസ്റ്റില് റെഡ് റോസ് കിട്ടുന്നുണ്ട് എന്നൊക്കെ അറിയുന്ന നേരത്ത്. പക്ഷെ അവസാനത്തിൽ മറ്റൊരു ടെസ്റ്റ് നടക്കുന്നുണ്ട്. എന്താണ്? നമ്മുടെ പ്രൊഫസറുടെ മകളില്ലേ, അവൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ റെഡ് റോസ് ഉണ്ടാക്കിയത്. അങ്ങനെ അവൾക്ക് കൊണ്ടു കൊടുക്കുന്ന നേരത്ത് അവള് പറയുന്നുണ്ട് അവൾക്ക് അതിനേക്കാളും വിലയേറിയ ജ്വൽസ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവള് അവന്റെ കൂടെ ഡാൻസ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ത്യാഗം സഹിച്ച് നമ്മുടെ നൈറ്റിംഗേൽ എന്താ ഒരു റെഡ് റോസ് ഉണ്ടാക്കി കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ട്രൂ ലവ് ആണ് അത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് റെഡ് റോസ് കൊടുത്തത്. പക്ഷെ അവസാനത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഒരു വിലയുമില്ലാത്ത രീതിയിലാണ് ആ റെഡ് റോസ് ആയി പോകുന്നത്. നമ്മുടെ നൈറ്റിംഗേലിന് അതിന്റെ ജീവൻ നഷ്ടമായി എന്നല്ലാതെ യാതൊരു ഉപകാരവും ആ റെഡ് റോസ് കൊണ്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ച് ആണ്. ക്യാരക്ടർ സ്കെച്ച് നമ്മൾ മുന്നേ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും ഉണ്ട്. ഇവിടെ 3 ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്: ബോയ്, ഗേൾ ആൻഡ് നൈറ്റിംഗേൽ. അപ്പൊ നിങ്ങൾ ഇത് 3 നോക്കി വെക്കുക. ബോയ് എന്ന് പറയുന്ന നേരത്ത് ബോയ് ആ ഒരു റോസിന് വേണ്ടിയിട്ട് നടക്കുന്നതാണ്. ആദ്യം കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, ലാസ്റ്റ് റോസ് കിട്ടുന്നുണ്ട്. പക്ഷെ നൈറ്റിംഗേലിന്റെ സാക്രിഫൈസ് കാരണമാണ് ഈ റോസ് കിട്ടിയത് എന്ന് അവന് അറിയുന്നില്ല. പക്ഷെ അവസാനത്തിൽ ഈ ഒരു പ്രൊഫസറുടെ മകള് അവന്റെ കൂടെ ഡാൻസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടാണ് അവൻ തിരിച്ചു പോകുന്നത്. ആ കാര്യങ്ങളൊക്കെ എഴുതുക. ഗേളിന്റെ കാറ്റഗറി ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തിൽ അവള് ഇവന്റെ കൂടെ ഡാൻസ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാനത്തിൽ അവള് പ്രീഷ്യസ് ആയിട്ടുള്ള ജ്വൽസ് കണ്ടപ്പോ ഇവന്റെ കൂടെ ഡാൻസ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ പ്രിഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നൈറ്റിംഗേൽ ആവട്ടെ എന്താ ചെയ്യുന്നത്? നല്ലൊരു ട്രൂ ലവറിനെ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ജീവൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു റെഡ് റോസ് ഉണ്ടാക്കുകയും അതുമൂലം അവൾക്ക് അവളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യാണല്ലേ. അങ്ങനെ ഈ 3 പേരുടെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് നോക്കി വെക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതൊന്നും കണ്ടിട്ടില്ല, മേ ബി ചോദിക്കാം. ബട്ട് ഈ ചാപ്റ്ററിലും ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന ചാപ്റ്ററിലും ബോയുടെ ക്യാരക്ടർ സ്കെച്ച് നോക്കി വെക്കണം. സെക്കൻഡ് വരുന്നത് ഒരു ലെറ്റർ ആണ്. ലെറ്റർ വന്നിട്ട് യു റിയലൈസ് യങ് സ്റ്റുഡന്റ് റിയലൈസ് ദ സാക്രിഫൈസ് മെയ്ഡ് ബൈ നൈറ്റിംഗേൽ. He feels very sad and writes a letter to his friend about this. Enter the letter. ഈ കഥയുടെ അവസാനത്തിൽ യങ് സ്റ്റുഡന്റ് ഈ നൈറ്റിംഗേൽ ചെയ്ത സാക്രിഫൈസ് ഇല്ലേ, അതിന്റെ രക്തം കൊണ്ടാണ് ആ റോസ് ഉണ്ടാക്കിയത് എന്നുള്ള സാക്രിഫൈസ് യങ് സ്റ്റുഡന്റ് അറിയുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കാം. അറിയുന്നില്ല, പക്ഷെ നമ്മൾ വിചാരിക്കാം അങ്ങനെ അറിയുന്നുണ്ട് എന്ന്. അങ്ങനെ അവന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു സങ്കടത്തിന്റെ പുറത്ത് അവന്റെ അവന്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാണ് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിന്റെ ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ലെറ്ററിന്റെ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സെൻഡേഴ്സ് അഡ്രസ്, അതുപോലെ തന്നെ ഡേറ്റും പ്ലേസും എഴുതണം. പിന്നെ ഡിയർ മനു എന്ന് പറഞ്ഞിട്ട് ആർക്കാണ് നമ്മൾ എഴുതുന്നത്? മനുവിനാണ് നമ്മൾ എഴുതുന്നത്. മനു എന്നുള്ള സല്യൂട്ടേഷൻ വെക്കണം. പിന്നെ നമ്മൾ കോണ്ടന്റ് എഴുതണം. അപ്പൊ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആ നൈറ്റിംഗേൽ നടത്തിയിട്ടുള്ള സാക്രിഫൈസ് ഈ യങ് സ്റ്റുഡന്റ് അറിഞ്ഞു. അപ്പൊ അതിന്റെ പുറത്ത് അവന് ഭയങ്കര സങ്കടമാണല്ലേ. ആ ഒരു സങ്കടത്തിന്റെ പുറത്ത് ആ ഒരു സങ്കടം അവന്റെ ഫ്രണ്ടിനോട് പറയാണ്, ഇങ്ങനെ നൈറ്റിംഗേലിന്റെ ഇതുകൊണ്ടാണ് എനിക്ക് റെഡ് റോസ് കിട്ടിയത്, പക്ഷെ അതിന് യാതൊരു ഉപകാരം ഉണ്ടായില്ല എന്നുള്ള രീതിയിൽ അവന്റെ സങ്കടം ലെറ്റർ രൂപത്തിൽ എഴുതാനാണ് നമ്മളോട് പറയുന്നത്. ഇപ്പൊ ഡിയർ മനു, ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു ഇൻ ഗുഡ് ഹെൽത്ത്. ഈ ലെറ്റർ കിട്ടുന്ന നേരത്തെ നിങ്ങൾ ഗുഡ് ഹെൽത്ത്, നല്ല രീതിയിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ അന്വേഷിക്കൂലേ, നല്ല രീതിയിൽ അന്വേഷണം നടത്തൂലേ, സുഖാണെന്നൊക്കെ ചോദിക്കൂലേ, അതിന്റെ വേറൊരു ഫോമാണ്. ഹോപ്പ് യു ആർ വെൽ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ എന്നൊക്കെ ചോദിച്ചാൽ മതി.
ഐ വാണ്ടഡ് ടു ഷെയർ വിത്ത് യു സംതിങ് ദാറ്റ് ഡീപ്ലി ടച്ച്ഡ് മീ. എനിക്ക് നിന്നോടൊരു കാര്യം ഷെയർ ചെയ്യണം. ദാറ്റ് ഡീപ്ലി ടച്ച്ഡ് മീ. അതെന്നെ വല്ലാണ്ട് ടച്ച് ചെയ്തു, ഭയങ്കര ഹൃദയത്തിൽ കൊണ്ടു എന്നൊക്കെ പറയൂല, അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് നിന്നോട് ഷെയർ ചെയ്യണം. ആസ് യു നോ, നിനക്കറിയാലോ, ഐ ഹാവ് ബീൻ ഇൻ ലവ് വിത്ത് ദ പ്രൊഫസേഴ്സ് ഡോട്ടർ. ഞാനും പ്രൊഫസറുടെ മകളും ഇഷ്ടത്തിലായിരുന്നു. വൺ ഡേ ഷീ ടോൾഡ് മീ ഷീ വുഡ് ഡാൻസ് വിത്ത് മീ അറ്റ് ദ പ്രിൻസസ് ബോൾ ഇഫ് ഐ കുഡ് ബ്രിങ് ഹർ എ റെഡ് റോസ്. ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, ഞാൻ അവൾക്കൊരു റെഡ് റോസ് കൊണ്ടു കൊടുത്താല് രാജാവ് നൽകുന്ന നൃത്ത വിരുന്നില് അവൾ എന്റെ കൂടെ ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്താണ്? ഒരു റെഡ് റോസ് കൊണ്ടു കൊടുത്താല് അവൾ എന്റെ കൂടെ ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് ദ റോങ് സീസൺ. പക്ഷെ നിർഭാഗ്യവശാല് അത് റോങ് സീസൺ ആയിരുന്നു, അതായത് വിന്റർ ആയിരുന്നു അല്ലെ, റോസ് ഒന്നും കിട്ടാനില്ലായിരുന്നു. ആൻഡ് നോ റെഡ് റോസസ് വെർ അവൈലബിൾ. റോസ് ഒന്നും കിട്ടാനില്ലായിരുന്നു. ഐ വാസ് ക്രഷ്ഡ്. ഞാൻ ആകെ ക്രഷ് ആയിപ്പോയി, അതായത് സങ്കടപ്പെട്ടു പോയി. ഐ സാറ്റ് ഇൻ മൈ ഗാർഡൻ. ഞാൻ എന്റെ ഗാർഡനിൽ ഇരുന്നു. ഫീലിംഗ് ഹോപ്പ്ലെസ്. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഇരുന്നത്. വെൻ എ നൈറ്റിംഗേൽ അപ്പിയർഡ് ആൻഡ് ടുക്ക് പിറ്റി ഓൺ മീ. പക്ഷെ ആ സമയത്ത് ഒരു രാപ്പാടി നൈറ്റിംഗേൽ വന്നിട്ട് എന്നോട് ദയ കാണിച്ചു. The rose tree told her that it could only give a red rose if the nightingale pressed its breast against a thorn and sang the whole night, staining the flower with her blood. എന്താ പറയുന്നേ? ഒരു റോസ് ട്രീ അവളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവൾക്ക് റെഡ് റോസ് തരാം, പക്ഷെ അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? അതിന്റെ ചെസ്റ്റ് ആ റോസ് ട്രീയുടെ മുള്ളിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രസ് ചെയ്താല് ചോര ഒലിച്ചിറങ്ങും അല്ലെ, അങ്ങനെ ആ ചോര ഒരു റെഡ് റോസ് ആയിട്ട് മാറും. അങ്ങനെ രാത്രിയിൽ മുഴുവൻ അവളുടെ ആ ഒരു പാട്ട് പാടിക്കൊണ്ട് ആ ഒരു പ്രവൃത്തി ചെയ്താല് രാവിലെ ആകുമ്പോഴേക്കും അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു റെഡ് റോസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ദ നൈറ്റിംഗേൽ സാങ് ത്രൂ ഔട്ട് ദ നൈറ്റ്. ഈ നൈറ്റിംഗേൽ രാത്രി മുഴുവൻ പാടി. സാക്രിഫൈസിങ് ഹെർ ലൈഫ് ഫോർ മൈ ഹാപ്പിനെസ്. എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ആ ഒരു മുള്ളിന് മേലെ അതിന്റെ ബ്രസ്റ്റ് വെച്ചുകൊണ്ട് കുത്തിയിറക്കിക്കൊണ്ട് അത് സാക്രിഫൈസ് ചെയ്തു എന്റെ ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ട്. ഇത് ആരെ എഴുതുന്നതാണ്? ഈ ബോയ് നമ്മളാണിപ്പോ. നമ്മൾ ബോയ് ആയിട്ട് ബോയുടെ ഫ്രണ്ടിനെ എഴുതുന്നതാണ്. ഇപ്പൊ ബോയ് നമ്മളാണ് എന്ന് വിചാരിക്കണം. അതുകൊണ്ടാണ് ഐ എന്ന് പറയുന്നത്. മൈ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. സോ ബട്ട് വെൻ ഐ പ്രസന്റഡ് ദ റെഡ് റോസ് വിത്ത് പ്രൊഫസേഴ്സ് ഡോട്ടർ. പക്ഷേ ആ റെഡ് റോസ് കിട്ടിയ നേരത്ത് ഞാനത് പ്രൊഫസറുടെ മകൾ, അതായത് എന്റെ ലവറിന് കൊണ്ടു കൊടുത്ത സമയത്ത് ഷീ റിജക്റ്റഡ് ഇറ്റ്. അവൾ അത് റിജക്ട് ചെയ്തു. അവൾക്കത് വേണ്ട എന്ന് പറഞ്ഞു. ഷീ സെഡ് ഇറ്റ് ഡിഡ്ന്റ് മാച്ച് ഹെർ ഡ്രസ്. അത് അവളുടെ ഡ്രസ്സിന് മാച്ച് ആവില്ല എന്ന് അവൾ പറഞ്ഞു. ആൻഡ് പ്രിഫേർഡ് ജ്വൽസ് ഓവർ ദ ഗസ്റ്റർ ഓഫ് ലവ്. എന്നിട്ട് അവള് ജ്വൽസ്, ഒരുപാട് രത്നങ്ങളാണ് ചൂസ് ചെയ്തത്. ഗസ്റ്റേർഡ് ഓഫർ ഓഫ് ലവ്. അവളുടെ ആ ഒരു സ്നേഹത്തിന്റെ ജസ്റ്ററായിട്ട്, സ്നേഹത്തിന്റെ ഒരു സിമ്പലായിട്ട് അവള് ജ്വൽസ് ആണ് എടുത്തത്. അതായത് അവള് ഈവൻ ഈ റെഡ് റോസ് കൊണ്ടു കൊടുക്കുന്നതിന്റെ മുന്നേ തന്നെ അവൾക്ക് ചാമ്പർലൈൻസിന്റെ നെഫ്യൂ ആയിട്ട് കുറച്ച് ജ്വൽസ്, രത്നങ്ങൾ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവൾ ഈ റെഡ് റോസിനേക്കാളും വിലമതിക്കുന്നത് ആ ജ്വൽസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജ്വൽസ് ആണ് അവൾ പ്രിഫർ ചെയ്യുന്നത്. റിജക്ഷൻ ബ്രോക്ക് മൈ ഹേർട്ട്. അവളുടെ ആ ഒരു റിജക്ഷൻ, അവൾ വേണ്ട എന്ന് പറഞ്ഞ ആ ഒരു കാര്യം എന്റെ ഹൃദയം തകർത്തു. ആൻഡ് നൗ ഐ ക്യാൻ നെവർ ഫോർഗെറ്റ് ദ നൈറ്റിംഗേൽസ് സെൽഫ്ലെസ് സാക്രിഫൈസ്. പക്ഷേ എനിക്കിപ്പം ആ ഒരു നൈറ്റിംഗേൽ സാക്രിഫൈസ് ചെയ്തത് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. കാരണം ആ നൈറ്റിംഗേലിന്റെ പണയം രക്തം കൊണ്ടാണ് എനിക്ക് റോസ് ഉണ്ടാക്കി തന്നത്. പക്ഷെ അതിന്റെ ജീവൻ പോയി എന്നല്ലാണ്ട് ഒരു ഉപകാരമില്ലാത്ത രീതിയിലല്ല അത് ആയിപ്പോയത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്ന് പറയാണ്. ഫോർ ദിസ് മൊമെന്റ് ഓൺ ഐ ഹാവ് പ്ലേജ് ടു പ്രൊട്ടക്ട് ആൻഡ് പ്രിസർവ് നേച്ചർ. ഈ ഒരു നിമിഷം മുതൽ ഞാൻ ഒരു കാര്യം പ്ലെഡ്ജ് ചെയ്യാണ്. പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകുക, നമ്മൾ ദൃഢനിശ്ചയം എടുക്കൂലേ, ഞാൻ അങ്ങനെ ചെയ്യും എന്നുള്ളത്. എന്താണ്? ടു പ്രൊട്ടക്ട് ആൻഡ് പ്രിസർവ് നേച്ചർ. ഞാൻ പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. സംരക്ഷിക്കുകയും ചെയ്യും. ആൻഡ് ഓൾ ലിവിങ് ക്രിയേച്ചേഴ്സ്. അതിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. ഇങ്ങനെ നൈറ്റിംഗേലിന് ഒരു ജീവൻ പോയതുപോലെ ഞാൻ ഇനി ഒരാളെയും ജീവൻ പോകാൻ സമ്മതിക്കില്ല. ഞാൻ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഐ വിൽ നെവർ ടേക്ക് ലവ് ഓർ ലൈഫ് ഫോർ ഗ്രാൻഡഡ് അഗെയിൻ. ഞാൻ ഒരിക്കലും സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരു ജീവിതം നഷ്ടപ്പെടുത്തില്ല എന്ന് പറയാം. വിത്ത് റിഗാർഡ്സ് ജോൺ. ഈ ജോൺ ആരാണ്? നമ്മളാണ്. നമ്മൾ എഴുതുന്ന നമ്മളെ പേരാണ് ലാസ്റ്റിൽ കൊടുക്കുക. എഴുതുന്നത് ആർക്കാണോ അവർക്കാണ് ഡിയർ മനു എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റിലും കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതുന്നത്. ഇനി ആ സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ ഒരു ഡയറി എഴുതാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യന്. ഞാൻ മേലെ പറഞ്ഞ ക്വസ്റ്റ്യന് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇപ്പൊ പറയുന്നത് ഈ ഡയറി എൻട്രി ആ സെയിം ക്വസ്റ്റ്യൻ, അതായത് യങ് ബോയ് പറയാണ്,
ആ നൈറ്റിംഗേലിന്റെ സാക്രിഫൈസ് കൊണ്ടാണ് ആ റെഡ് റോസ് ഉണ്ടായതെന്ന് അറിയുന്നുണ്ട്. അപ്പൊ ആ ഒരു ദിവസത്തിലെ അന്നത്തെ രാത്രിയിലെ ഡയറി എഴുതാൻ പറയുന്നുണ്ട്. ഡയറിയുടെ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങലാണല്ലേ. അപ്പൊ അന്ന് അവൻ എഴുതുന്ന ഡയറിയാണ്, ടുഡേ ഐ ഫീൽ ഹെവി വെയിറ്റ് ഓൺ മൈ ഹെർട്ട്. ഇന്ന് എന്റെ ഹൃദയത്തിന് ഭയങ്കര കനം തോന്നുന്നു, അതായത് ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. ദാറ്റ് ഐ കനോട്ട് ഇഗ്നോർ, എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. ഐ വാസ് ബ്ലൈൻഡ്, സോ ബ്ലൈൻഡ് ടു ദി ഡെപ്ത് ഓഫ് ദ ലവ് ആൻഡ് സാക്രിഫൈസ് ദാറ്റ് സറൗണ്ടഡ് മീ. ഞാൻ എന്റെ ആ സ്നേഹത്തിന്റെ ആഴത്തിൽ ഞാൻ അന്ധനായിരുന്നു. അതായത് സ്നേഹത്തിന് കണ്ണു മൂക്കില്ല എന്ന് പറയുന്നത് പോലെ അവൻ ആ സ്നേഹത്തിൽ പെട്ടുപോയി. അതുകൊണ്ട് ചുറ്റുള്ളതൊന്നും അവൻ അറിഞ്ഞില്ല. ഐ റിമെമ്പർ ദ നൈറ്റിംഗേൽസ് എൻചാന്റിങ് സോങ്. എനിക്ക് ഓർമ്മയുണ്ട് ആ നൈറ്റിംഗേലിന്റെ സോങ്, ആ ഒരു പാട്ട് പാടുന്നത്. ലാസ്റ്റ് നൈറ്റിൽ നൈറ്റിംഗേൽ പാടിയിട്ടുള്ള ആ ഒരു സോങ് എനിക്ക് ഓർമ്മയുണ്ട്. ഇറ്റ് സീംഡ് സോ ഫുൾ ഓഫ് ലൈഫ്. അത് ജീവിതത്തിന് ഒരു ഫുള്ളസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അതിന്റെ ജീവനാണ് പാടുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലവ്, സ്നേഹമാണ്, ആൻഡ് ഹോപ്പ്, ഡിറ്റർമിനേഷൻ, ഒരു ശുഭാപ്തി വിശ്വാസം, ഹോപ്പ് ഒക്കെ ആയിട്ടാണ് ആ ഒരു നൈറ്റിംഗേൽ പാടിയ പാട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അറ്റ് ദ ടൈം ഐ തോട്ട് ഇറ്റ് വാസ് ജസ്റ്റ് എ ബേർഡ് സിംഗിങ് അണ്ടർ ദ മൂൺ ലൈറ്റ്. ആ ഒരു പാടുന്ന സമയത്ത് എനിക്ക് തോന്നിയത് അത് ചന്ദ്രപ്രകാശത്തിൽ പാടുന്ന വെറും ഒരു ബേർഡ്, ഒരു പക്ഷിയാണെന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിരുന്നത്. ഹൗ ഇഗ്നോറന്റ് ഐ വാസ്. പക്ഷെ ഞാൻ എത്ര ഇഗ്നോറന്റ്, അത് ശരിയായിരുന്നില്ല. ദാറ്റ് ലിറ്റിൽ ക്രിയേച്ചർ ഗേവ് ഹെർ ലൈഫ് ഫോർ മീ. ആ ലിറ്റിൽ ക്രിയേച്ചർ ആയിട്ടുള്ള നൈറ്റിംഗേൽ അതിന്റെ ജീവൻ എനിക്ക് തന്നു. ഷീ പ്രസ്ഡ് ഹെർ ഫ്രജൈൽ ബോഡി അഗെയിൻസ്റ്റ് എ തോൺ. അവളുടെ ആ ഒരു ബോഡി ഒരു മുള്ളിനെതിരായിട്ട് പ്രസ് ചെയ്തു. എന്നിട്ട് ലെറ്റിംഗ് ഹെർ ബ്ലഡ് സ്റ്റെയിൻ ദ റെഡ് റോസ് ഓൾ ഫോർ എ ലവ് ഐ തോട്ട് ഐ വാസ് മൈൻ. എനിക്ക് വേണ്ടിയിട്ട്, എന്റെ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് അത് അതിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു റെഡ് റോസ് എനിക്ക് ഉണ്ടാക്കി തന്നു. എങ്ങനെ? അതിന്റെ ചെസ്റ്റ് ആ ഒരു മുള്ളിലേക്ക് ഇറക്കി കൊണ്ട് അതിലെ ചോരയെല്ലാം ഈ റോസ്റ്റിയുടെ വെയിൻസിലൂടെ ഒഴുകി അതിൽ റെഡ് റോസ് ഉണ്ടായി. അങ്ങനെ ആ റോസ് എനിക്ക് തന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്താണ്, അത് എനിക്ക് ഈ ഒരു നൈറ്റിംഗേലിന്റെ ജീവൻ സാക്രിഫൈസ് ചെയ്തുണ്ടായതല്ല, അതായത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടായതാണ് എന്നൊരു ചിന്തയിലാണ് ഞാൻ നടന്നിരുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴല്ല അറിയുന്നത് അതൊരു നൈറ്റിംഗേലിന്റെ സാക്രിഫൈസ് മൂലം ഉണ്ടായതാണെന്ന്. When the little girl, when the girl rejected the rose I gave her, I was consumed with anger and disappointment. ഞാൻ എന്റെ ലവറിന് ആ റോസ് കൊടുത്തപ്പോൾ അവൾ അത് റിജക്ട് ചെയ്തു അല്ലെ. ആ നേരത്തെ എനിക്ക് ഭയങ്കര ഭയങ്കര ആങ്കർ ഒക്കെ തോന്നിയിരുന്നു. അതായത് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നി, ഭയങ്കര നിരാശയൊക്കെ തോന്നി. കാരണം അവൾ റിജക്ട് ചെയ്തല്ലോ. ഐ ത്രീവ് ദ ഫ്ലവർ, അതുകൊണ്ട് ഞാൻ ആ ഫ്ലവർ വലിച്ചെറിഞ്ഞു. നോട്ട് റിയലൈസിങ് ദ ഇമ്മൻസ് സാക്രിഫൈസ് ബിഹൈൻഡ് ഇറ്റ്സ് ബ്യൂട്ടി. അതിന്റെ പിന്നിലെ ആ ഒരു നൈറ്റിംഗേലിന്റെ സാക്രിഫൈസ് അറിയാതെ ഞാൻ ആ ഫ്ലവർ വലിച്ചെറിഞ്ഞു. നൈറ്റിംഗേൽ ഗേവ് ഹെർ ലൈഫ് ടു ക്രിയേറ്റ് ദാറ്റ് റോസ്, ബിലീവിംഗ് ഇൻ ദ പവർ ഓഫ് ലവ് ഓൺലി ഫോർ മീ ടു വേസ്റ്റ് ഇറ്റ്. സ്നേഹം, എന്റെ സ്നേഹം റിയൽ ലവ് ആണ് എന്നറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ നൈറ്റിംഗേല് അതിന്റെ ജീവൻ വെടിഞ്ഞുകൊണ്ട് എനിക്കൊരു റോസ് ഉണ്ടാക്കി തന്നത് അല്ലെ. അതിന്റെ ജീവൻ രക്തം കൊണ്ട് എനിക്കൊരു റോസ് ഉണ്ടാക്കി തന്നത്. പക്ഷെ ഞാൻ ചെയ്തത് എന്ത് മാത്രമാണ്? ടു വേസ്റ്റ് ഇറ്റ്. ഞാൻ അത് വേസ്റ്റ് ചെയ്ത് മാത്രമേ ചെയ്തുള്ളൂ. എനിക്ക് അതൊരു പ്രയോജനം അതുകൊണ്ട് ഉണ്ടായില്ല. വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ഐ ആം ഐ. ഞാൻ എന്ത് തരം മനുഷ്യനാണല്ലേ. ഐ വിഷ് ഐ കുഡ് ടേൺ ബാക്ക് ടൈം ആൻഡ് ഷോ ദ നൈറ്റിംഗേൽ ദ ഗ്രാറ്റിറ്റ്യൂഡ് ഷീ ഡിസേർവ്ഡ്. എനിക്കിപ്പോ തോന്നാണ് സമയം പിന്നോട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് ആ നൈറ്റിംഗേലിനോട് അത് കാണിച്ച ആ ഒരു കാര്യത്തിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദി അറിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുക, ഞാൻ വിഷ് ചെയ്യാണ് അങ്ങനെ സമയം പിന്നോട്ട് പോയിരുന്നെങ്കിൽ എന്ന്. ഐ വിഷ് ഐ ഹാഡ് വാല്യൂഡ് ഹെർ ബിലീഫ് ഇൻ ലവ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ ലെസൺ ഷീ ട്രൈഡ് ടു ടീച്ച് മീ. ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അവളുടെ ആ ഒരു സ്നേഹത്തിലെ അവൾ ഉണ്ടാക്കി തന്ന ആ ഒരു റോസിലെ അതിൽ ഞാൻ വാല്യൂ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആൻഡ് ദ ബ്യൂട്ടിഫുൾ ലെസൺ ഷീ ട്രൈ ടു റീച്ച് മീ. അവൾ എനിക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു ലെസൺ, എനിക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു ലെസണും എനിക്ക് വാല്യൂ ചെയ്തു എന്നവൻ പറയുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ടു ലേറ്റ്. പക്ഷെ ഇത് കുറച്ച് വൈകിപ്പോയി. അവളുടെ ശരീരം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മരിച്ചുപോയി അല്ലെ. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പിന്നോട്ട് പോയിരുന്നെങ്കിൽ, സമയം കുറച്ചുകൂടെ പിന്നോട്ട് പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഷീ ഈസ് ഗോൺ. അവൾ പോയി, അവൾ മരിച്ചുപോയി അല്ലെ. ദ നൈറ്റിംഗേൽ ഈസ് ഡെഡ് ആൻഡ് ഐ ആം ദ ലെഫ്റ്റ് വിത്ത് ദിസ് അൺബിയറബിൾ ഗിൽറ്റ്. ഈ ഒരു ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റബോധമായിട്ട് നടക്കുന്നത് ഞാൻ മാത്രമാണ്. ഐ വിൽ നെവർ ഫോർഗറ്റ് ഹെർ സാക്രിഫൈസ്. ഞാൻ അവളുടെ ആ ഒരു സാക്രിഫൈസ്, ആ ഒരു ത്യാഗം ഞാൻ ഒരിക്കലും മറക്കില്ല. ഷീ ഹാസ് ഷോൺ മീ ദാറ്റ് ലവ് ഇസ് നോട്ട് ജസ്റ്റ് എ ഫ്ലീറ്റിംഗ് ഇമോഷൻ. അവൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്താണ് ലവ് എന്ന് പറയുന്നത്. വെറും ഒരു ഇമോഷൻ, വെറും ഒരു ഇമോഷൻ മാത്രമല്ല, പിന്നെ എന്താണ്, എ ഫോഴ്സ് ദാറ്റ് ഡിമാൻഡ്സ് കറേജ്, സാക്രിഫൈസ് ആൻഡ് ഫെയ്ത്ത്. അതൊരു ഫോഴ്സ് ആണ്. എന്തിനൊക്കെയുള്ള ഡിമാൻഡ്സ് കറേജ്,
ധൈര്യത്തിനും സാക്രിഫൈസ്, ത്യാഗത്തിനും അതുപോലെ ഫെയ്ത്ത്, വിശ്വാസത്തിനും എല്ലാമുള്ള ഒരു ഫോഴ്സ് ആണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. റെസ്റ്റ് ഇൻ പീസ് ഡിയർ നൈറ്റിംഗേൽ. നൈറ്റിംഗേലിന് ഒരു ഇത് കൊടുക്കാണ്, നല്ല രീതിയിലാകട്ടെ എന്നുള്ള രീതിയിൽ. മരിച്ചു പോയല്ലോ, അപ്പൊ പറയാൻ റെസ്റ്റ് ഇൻ പീസ് നൈറ്റിംഗേൽ. എന്നിട്ട് അവൻ സങ്കടത്തോടെയാണല്ലോ നിർത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഡയറിയില്ലേ, ഫസ്റ്റിൽ പറഞ്ഞിരുന്ന ഡയറി, അതൊരു എങ്ങനത്തെ ഡയറി ആയിരുന്നു? ഒരു ഹാപ്പി മൊമെന്റ് ആണോ? അല്ല, അതും ഇതുപോലെ തന്നെ ആയിരുന്നു അല്ലെ, ഒരു സാഡും പ്ലസ് ഹാപ്പി ആയിരുന്നു. ആ ബോയ് അവളുടെ ലിറ്റിൽ സിസ്റ്ററിന്റെ ഓർമ്മയിൽ എഴുതുന്നതായിരുന്നില്ലേ? ഇതൊരു ഹാപ്പി ആണോ? അല്ല, ഇതും ഒരു സാഡ് തന്നെയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതിയ ഡയറി എഴുതുമ്പോൾ എഴുതുക. ചിലപ്പം ഹാപ്പി ആയിരിക്കും, ചിലപ്പം സാഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇവിടെ ഹാപ്പി അല്ല, സാഡ് ആണല്ലേ. നെക്സ്റ്റ് വരുന്നത് ഒരു നോട്ടീസ് ആണ്. ഇതുവരെ ഉള്ളത് ഓക്കെ ആണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഒരു നോട്ടീസ് ആണ്. നോട്ടീസ് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് നോട്ടീസ്. ഇപ്പൊ ഫോർമാറ്റ് ഇതാണ് നോട്ടീസിന്റെ. ആദ്യം നമ്മൾ നെയിം ഓഫ് ദി ഓർഗനൈസേഷൻ, അതായത് നോട്ടീസ് നമ്മൾ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പൊ സ്കൂളൊക്കെ ആയിരിക്കും, സ്കൂളൊക്കെ ആണെങ്കിൽ ആ സ്കൂളിന്റെ നെയിം എഴുതുക, പിന്നെ നോട്ടീസ് എന്ന് എഴുതുക, പിന്നെ ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് നമ്മൾ എന്നാണ് നോട്ടീസ് പുറത്തിറക്കുന്നത് ആ ഒരു ഡേറ്റ് കൊടുക്കുക. പിന്നെ ഹെഡിങ്, ടൈറ്റിൽ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നോട്ടീസ് എടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ആയിരിക്കും, ആർട്സ് ഡേ സെലിബ്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനാഗുറേഷനോ ഒക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നെയിം കൊടുക്കുക. എന്തെങ്കിലും ഇനാഗുറേഷൻ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇംഗ്ലീഷ് ക്ലബ് ഇനാഗുറേഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഹെഡിങ് കൊടുക്കുക, ഇംഗ്ലീഷ് ക്ലബ് ഇനാഗുറേഷൻ അങ്ങനെയൊക്കെയാണ് കൊടുക്കുക. അപ്പൊ ആദ്യം നമ്മൾ സ്കൂളിന്റെ പേരൊക്കെ കൊടുക്കും ഫസ്റ്റിൽ, പിന്നെ നോട്ടീസ് എന്ന് തന്നെ ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ നോട്ടീസ് എന്ന് എഴുതി കൊടുക്കും. പിന്നീട് നമ്മൾ ഡേറ്റ് കൊടുക്കും, ഏത് ദിവസമാണോ നമ്മൾ നോട്ടീസ് എഴുതുന്നത് ആ ദിവസത്തിലെ ഡേറ്റ് കൊടുക്കും. പിന്നെ ഹെഡിങ്, നമ്മുടെ പ്രോഗ്രാം എന്താണ്, മെയിൻ പ്രോഗ്രാം എന്താണ്, ആ ഒരു പ്രോഗ്രാമിന്റെ ഹെഡിങ് കൊടുക്കും. ഇപ്പൊ ഇനാഗുറേഷൻ ഒക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് ക്ലബ് ഇനാഗുറേഷൻ അങ്ങനെ കൊടുക്കും. പിന്നെ ബോഡി ഓഫ് നോട്ടീസിലെ ബോഡി കൊടുക്കും, അതായത് ഇനാഗുറേഷൻ എന്നാണ്, എപ്പോഴാണ്, അങ്ങനെ ആരൊക്കെ വരണം, എവിടെ നിന്നാണ് പരിപാടി, അങ്ങനെയൊക്കെയുള്ള ഓരോന്നൊക്കെ കൊടുക്കും. പിന്നെ ലാസ്റ്റിൽ നെയിമും ഡെസിഗ്നേഷനും, ആരാണോ ഈ ഒരു പോസ്റ്റർ അടിച്ചിറക്കുന്നത്. ചിലപ്പോൾ ഇംഗ്ലീഷ് ക്ലബ് ഇനാഗുറേഷൻ ഒക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് ക്ലബ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് അയാളുടെ പേരും ഡെസിഗ്നേഷനും കൊടുക്കും. ഓക്കെ, ഒരു പേര് രാഹുൽ ഇംഗ്ലീഷ് ക്ലബ് സെക്രട്ടറി അങ്ങനെ കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു നോട്ടീസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. എല്ലാത്തിന്റെയും ഫോർമാറ്റ് നിങ്ങൾ പഠിക്കുക. ഫോർമാറ്റ് പഠിച്ചാൽ നമുക്ക് ബാക്കി സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു നോട്ടീസിന്റെ ഫോർമാറ്റ്. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കിയാലോ. ഇതാണ് ഒരു എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ, ഈ ചാപ്റ്റർ ആനുവൽ ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ ഒരു സ്റ്റേജിൽ ഒന്ന് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു പ്ലേ, ഒരു നാടകമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആളുകളെ അറിയിക്കണ്ടേ ഇങ്ങനെ ഒരു പ്ലേ സ്കൂളിൽ ആനുവൽ ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ ഒരു സ്റ്റോറി നമ്മളൊരു പ്ലേ ആക്കിയിട്ട് നടത്തുന്ന, ഒരു നാടകമാക്കിയിട്ട് നടത്തുന്നുണ്ട് ആനുവൽ ഡേ സെലിബ്രേഷൻസിന്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിന് ഒരു നോട്ടീസ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യാം? ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ്, എ പ്ലേ പ്രസന്റഡ് ബൈ ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് GHSS ചാലപ്പുറം. അപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട്, സ്കൂളിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, നൈറ്റിംഗേൽ ആൻഡ് ദ റോസ്, എ പ്ലേ പ്രസന്റഡ് ബൈ ദ ഇംഗ്ലീഷ് ക്ലബ്. ഇതാണ് നമ്മുടെ വിഷയം. എന്താണ് എ പ്ലേ പ്രസന്റഡ് ബൈ ദ ഇംഗ്ലീഷ് ക്ലബ്? ഇംഗ്ലീഷ് ക്ലബ് നടത്തുന്ന ഒരു പ്ലേ, ഒരു നാടകമാണ് അല്ലെ. എന്തിന്റെ പേരിലാണ്? ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന ചാപ്റ്ററിന്റെ ഇതിലാണ് അല്ലെ. അപ്പൊ ഇതിന്റെ മേലെ നിങ്ങൾക്ക് നോട്ടീസ് എന്ന് കൊടുക്കണം കേട്ടോ. ഇതിൽ കൊടുത്തിട്ടില്ല, നോട്ടീസ് എന്ന് കൊടുക്കണം. ക്യാപിറ്റൽ ലെറ്ററിൽ നോട്ടീസ് എന്ന് എഴുതി വെക്കണം. പിന്നെ നമ്മൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സല്യൂട്ടേഷൻ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. നിങ്ങൾ കണ്ടന്റ് കൊടുക്കുകയാണ്. The English Club of GGHSS Chalapuram has decided to stage the one-act play based on the story The Nightingale and the Rose by Oscar Wilde as part of the annual day celebration of the school. സ്കൂളിലെ ആനുവൽ ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ക്ലബ് ഓഫ് GHSS ചാലപ്പുറം GHSSലെ ഇംഗ്ലീഷ് ക്ലബ് വിദ്യാർത്ഥികൾ ഓസ്കാർ വൈൽഡ് എഴുതിയിട്ടുള്ള ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു വൺ ആക്ട് പ്ലേ, ഒരു നാടകമായിട്ട് നടത്താൻ വേണ്ടിയിട്ട്, ആനുവൽ ഡേക്ക് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ദ മെമ്പേഴ്സ് ഓഫ് ദി ഇംഗ്ലീഷ് ക്ലബ് ഹാവ് പ്രിപ്പയർഡ് ദി സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്റ്റഡ് ദ പ്ലേ. ശ്രീ കാവാലം നാരായണ പണിക്കർ, renowned poet and theatre personality, has consented to inaugurate the staging of the play. അപ്പോ ഇതിന്റെ സ്ക്രിപ്റ്റ്, ഈ ഒരു നാടകം ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ആരാണ്?
ഇംഗ്ലീഷ് ക്ലബിലെ മെമ്പേഴ്സ് ആണ് അല്ലെ, സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ അവർ തന്നെയാണ്. അപ്പോ ആരാണ് ഇതില് ഇനാഗുറേറ്റ് ചെയ്യാൻ വരുന്നത്? ആരോ ഒരാളാണല്ലോ ഇവിടെ പറയുന്നുണ്ട്, ശ്രീ കാവാലം നാരായണ പണിക്കർ. അപ്പൊ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി, അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് എഴുതാട്ടോ. ഇങ്ങനെ ശ്രീ കാവാലം നാരായണ പണിക്കർ, ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും പേരൊക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇമ്പോർട്ടന്റ് റിനൗണ്ട് ആയിട്ടുള്ള ഒരാൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പൊ ഇതാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന് പറയാൻ നിർബന്ധമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. കണ്ടന്റിൽ പറയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ആരാണ് നടത്തുന്നത്, എന്താണ് പ്രോഗ്രാം, എവിടെ വെച്ചിട്ടാണ്, അങ്ങനെ എന്തിന്റെ ബേസിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, വാട്ട് വെൻ ഹൗ വെൻ, ആ ഒരു കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇംഗ്ലീഷ് ക്ലബിലെ കുട്ടികൾ ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന പേരിലുള്ള ചാപ്റ്റർ ഒരു ആക്ട് നടത്തുന്നുണ്ട് ആനുവൽ ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട്. അപ്പോൾ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് ഇംഗ്ലീഷിലെ മെമ്പേഴ്സ് തന്നെ, ഇംഗ്ലീഷ് ക്ലബിലെ മെമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതിനെ ഇനാഗുറേഷൻ, ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ശ്രീ നാരായണ പണിക്കറാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം, ഓൾ ആർ വെൽക്കം എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ് GGHSS ചാലപ്പുറം. ഈ ഒരു കാര്യം ലാസ്റ്റ് എഴുതാൻ മറക്കരുത്. ആരാണോ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഒരു കാര്യം എഴുതാൻ മറക്കരുത്. ഇവിടെ സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ് അത്ര മതി. GHSS ചാലപ്പുറം എന്ന് സ്കൂളിൽ പേര് വേണമെന്നില്ല, സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ് മതി. കാരണം സ്കൂളിലെ പേര് നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നെക്സ്റ്റ്, ചില നോട്ടീസിനെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, അതായത് ഒരു പ്രോഗ്രാം ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി. പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഉദ്ഘാടനം ഒരാളായിരിക്കും, പിന്നെ ആരെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ട് അയാൾ സ്പീച്ച് ഒക്കെ പറയൂലേ, അങ്ങനെ ഒരാള്, പിന്നെ വോട്ട് ഓഫ് താങ്ക്സ് ഒരാള്, ഫെലിസിറ്റേഷൻസ് ആശംസ ഒരാൾ, അങ്ങനെയൊക്കെ പറയൂലേ, അങ്ങനത്തെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് വേറൊരു പേജാണ് കൊടുക്കേണ്ടത്. ഇതിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കരുത് കേട്ടോ, ഇത് വേറെയാണ് ഇതും വേറെയാണ്. ടു സെപ്പറേറ്റ് കോളംസ് ആക്കിയിട്ട് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒന്നും കൊടുക്കാം. ഇതിൽ വേണ്ടത് ടൈമും ഡേറ്റും കൊടുക്കുക, ആൻഡ് വെന്യൂ, എവിടെയാണ് സംഭവം നടക്കുന്നത് എന്നും കൊടുക്കുക. പിന്നെ വെൽക്കം സ്പീച്ച്, ആരാണോ പറയുന്നത്, പ്രസിഡൻഷ്യൽ അഡ്രസ്, സ്വാഗത പ്രസംഗം, ഇനാഗുറേഷൻ, ആരാണോ ഉദ്ഘാടനം ചെയ്യുന്നത്, ഫെലിസിറ്റേഷൻ പറഞ്ഞാൽ ആശംസ ആരാണോ അറിയിക്കുന്നത്, വോട്ട് ഓഫ് താങ്ക്സ്, നന്ദി പറയുന്നത് ആരാണ്. അത് വേണമെങ്കിൽ കൊടുത്താൽ മതി, നോട്ട് ഇമ്പോർട്ടന്റ്. പക്ഷെ ഇത് കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ നോട്ടീസ് എന്ന് മേലെ എഴുതണം, പിന്നെ സ്കൂളിന്റെ പേര് വേണം, അതുപോലെ തന്നെ നമ്മുടെ ഹെഡിങ്ങും വേണം, പിന്നെ കണ്ടന്റും. ലാസ്റ്റിൽ ആരാണോ ഇഷ്യൂ ചെയ്യുന്നത്, പോസ്റ്റർ ആരാണോ ഇഷ്യൂ ചെയ്യുന്നത്, സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറി, അങ്ങനെ അവിടെ സ്ഥാനം ഇംഗ്ലീഷ് ക്ലബ്ബ് അങ്ങനെ കൊടുക്കട്ടോ. ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ് മച്ച്, ബട്ട് ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് ഇറ്റ്. ഈ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് എ ഡേ ഇൻ ദ കൺട്രി ബൈ ആന്റൺ ചെക്കോവ്. ഇതൊരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയിൽ പ്രകൃതി എങ്ങനെ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കാണിച്ചു തരുന്നത്. ഇതില് മെയിനായിട്ട് 3 ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഒരു കോബ്ലർ, ഒരു ചെരുപ്പ് കുത്തിയാണ്. ചെരുപ്പ് കുത്തിയുടെ പേരെന്താണ്? ടെറന്റി എന്നാണ്. പിന്നെ ഒരു പെൺകുട്ടി ഉണ്ട്, ഒരു ലിറ്റിൽ ഗേൾ ഉണ്ട്, അവളുടെ പേര് ഫിയോക്ല. ഫിയോക്ല എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. ആൻഡ് ഈ ഫിയോക്ലയുടെ ഒരു ബ്രദറും ഉണ്ട്, ഡാനിൽക്ക. കഥ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, തുടക്കത്തിൽ തന്നെ ഈ ഫിയോക്ല ഈ ടെറന്റിയെ അന്വേഷിച്ച് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ ടെറന്റി എവിടെയുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടെറന്റിയുടെ അടുത്ത് പോകുന്ന നേരം ടെറന്റിയോട് പറയുന്നുണ്ട്, ബ്രദറായിട്ടുള്ള ഡാനിൽക്കയുടെ കൈ അവിടെ കാടിലെ മരങ്ങൾക്കിടയിൽ ഒരു മരത്തിന്റെ ഹോളിനുള്ളിൽ കുടുങ്ങുന്നുണ്ട്, അപ്പൊ അത് എടുത്തു തരണമെന്ന് പറഞ്ഞു ടെറന്റിയെ വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ടെറന്റിയും ഫിയോക്ലയും കൂടെ ഡാനിൽക്കയുടെ കൈ എടുക്കാൻ വേണ്ടിയിട്ട് കാട്ടിലോട്ട് പോകുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, ഇടി വെട്ടുന്നുണ്ട്, അങ്ങനെ നേച്ചറിലെ ഓരോ കാര്യങ്ങളാണ് അവിടെ കാണിച്ചു തരുന്നത്. അങ്ങനെ ലാസ്റ്റ് എത്തുമ്പോൾ എന്താവുന്നുണ്ട്, ഡാനിൽക്കയുടെ അടുത്തെത്തുന്നുണ്ട്, അവന്റെ കൈ ആ ഒരു മരത്തിന്റെ ഹോളിൽ നിന്ന് പുറത്തെടുക്കുന്നുണ്ട്. പക്ഷെ അവന്റെ കൈ ആ ഒരു ഹോളിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും അവന്റെ ശ്രദ്ധ മുഴുവൻ ഈ ഒരു നേച്ചറിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആ ഇടി വെട്ടിയതും മഴ പെയ്യുന്നതും അവിടെ കണ്ട തേനീച്ചകളും ഉറുമ്പുകളും അതൊക്കെയാണ് അവന്റെ മനസ്സിൽ. അവന്റെ കൈ ഇതിനുള്ളിൽ കുടുങ്ങിപ്പോയി എന്നവൻ ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെ നേച്ചർ, പ്രകൃതി എങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്നൊരു കഥയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കാണിച്ചു തരുന്നത്. ഈ ചാപ്റ്ററിൽ അധികം ആക്ടിവിറ്റീസ് ഒന്നുമില്ല, പക്ഷെ നിങ്ങൾ ചാപ്റ്റർ നന്നായിട്ട് വായിച്ചു പോവാം. മേ ബി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാനിൽക്കയുടെ കൈ അതിൽ കുടുങ്ങിപ്പോയില്ല, ചിലപ്പോൾ ഡാനിൽക്കയുടെ അന്നത്തെ രാത്രിയിലെ ഡയറി ഒക്കെ എഴുതാൻ പറഞ്ഞേക്കാം, അവന്റെ ആ ഒരു ഓർമ്മകൾ, അവന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ചാപ്റ്റർ വായിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുക, സ്കിപ്പ് ചെയ്യരുത്. ആക്ടിവിറ്റീസ് കുറവാണെങ്കിലും ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ ചാപ്റ്റേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കില്ലേ, സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ
ചോദ്യം ഷുവർ ആണ്. ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് അതെന്തായാലും മസ്റ്റ് ആയിട്ടും ചോദിക്കും. കാരണം പ്രൊഫൈൽ റൈറ്റിംഗ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തരും. ഏതെങ്കിലും ഒരു ഓതറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് തരും. ആ ഡീറ്റെയിൽസ് അതുപോലെ എടുത്ത് എഴുതി ഒരിക്കലും എഴുതി വെക്കരുത്. അത് നമ്മളൊരു പാരഗ്രാഫ് ആക്കി മാറ്റണം. അതാണ് ഈ പ്രൊഫൈൽ റൈറ്റിംഗ്. നിങ്ങൾക്ക് തരുന്നത് വെറും പോയിന്റ്സ് മാത്രമാണ്. ആ പ്രൊഫൈൽ എഴുതുന്നതിന് ഒരു രീതിയുണ്ട്. ആദ്യം നമ്മൾ നെയിം ഓഫ് ദി പേഴ്സൺ അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഈ ആളുടെ പേര് എഴുതുക. പിന്നെ നമ്മൾ അയാൾ ജനിച്ച സ്ഥലം, ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പിന്നെ എഴുതേണ്ടത്. പിന്നെ എഴുതേണ്ടത് പ്ലേസ് ഓഫ് ബർത്ത്, അയാൾ ജനിച്ച സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് പാരന്റ്സിന്റെ നെയിം തന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാത്തിനും തരൂല. തന്നിട്ടുണ്ടെങ്കിൽ നെയിം ഓഫ് ദി പാരന്റ്സ് എഴുതുക. അത് കഴിഞ്ഞിട്ടാണ് എഡ്യൂക്കേഷൻ, അദ്ദേഹം പഠിച്ചതും എവിടെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് എഴുതുക. ആൻഡ് പിന്നെയാണ് ബുക്സ്, വർക്ക്സ്, അദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്ക്സ്, അദ്ദേഹം എഴുതിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ബുക്സും വർക്ക്സും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ പിന്നീടാണ് എഴുതേണ്ടത്. പിന്നെ അവാർഡ്സ്, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡ്സ്, സമ്മാനങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് എഴുതുക. ആൻഡ് ലാസ്റ്റ് അയാൾ മരിച്ചതും കൂടെ എഴുതിയാൽ ഒരു പ്രൊഫൈൽ കംപ്ലീറ്റ് ആവും. ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങളെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഖലീൽ ജിബ്രാൻ യൂസിംഗ് ദ ഹിന്റ്സ് ഗിവൺ. ഖലീൽ ജിബ്രാന്റെ ഒരു പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഖലീൽ ജിബ്രാൻ ഓർമ്മയില്ലേ? നമ്മുടെ ദ സോങ് ഓഫ് ദി ഫ്ലവർ എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിട്ടുള്ളതാണ് ഖലീൽ ജിബ്രാൻ. അപ്പൊ കുറച്ച് ഒരു 4-5 പോയിന്റ്സ് തന്നിട്ടുണ്ട്. നെയിം, ബർത്ത്, നാഷണാലിറ്റി, ഒക്കുപേഷൻ, നോട്ടബിൾ വർക്ക്സ് ആൻഡ് ഡെത്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു പ്രൊഫൈൽ എഴുതാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് എഴുതാൻ നോക്കിയാലോ? ഇങ്ങനെയാണ് എഴുതാം. ഇതാ കാണുന്നില്ലേ? Khalil Gibran, a renowned Lebanese and American writer, was born on January 6, 1883 in Mount Lebanon. ആദ്യം ഖലീൽ ജിബ്രാൻ അയാളെ പേര് എഴുതുക. പിന്നെ അയാളെ നാഷണാലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതാണ് എഴുതേണ്ടത്. അവിടെ ലെബനീസ് ആൻഡ് അമേരിക്കൻ അല്ലേ? അപ്പൊ ലെബനീസ് ആൻഡ് അമേരിക്കൻ റൈറ്റർ ആണ്. പിന്നെ ജനിച്ചത് എഴുതുക. ബോൺ ഓൺ 6 ജാനുവരി, ജനുവരി 6 ജനിച്ചിരിക്കുന്നത് 1883. എവിടെയാണ്? ഇൻ മൗണ്ട് ലെബനൻ. മൗണ്ട് ലെബനൻ എന്ന സ്ഥലത്താണ് ജനിച്ചിരിക്കുന്നത്. അതൊക്കെ ഇവിടെ ഈ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് എഴുതാം. ഹി വാസ് എ പോയറ്റ്, ആർട്ടിസ്റ്റ് ആൻഡ് ഫിലോസഫർ ടു. പിന്നീട് അയാള് പോയറ്റ് മാത്രമല്ല, എന്തൊക്കെയാണ്? റൈറ്റർ, പോയറ്റ്, വിഷ്വൽ ആർട്ടിസ്റ്റ്, ഫിലോസഫർ ഒക്കെയാണ്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലൈനായിട്ട് എഴുതുക. ഹി വാസ് എ പോയറ്റ്, ആർട്ടിസ്റ്റ് ആൻഡ് ഫിലോസഫർ ടു. അയാൾ റൈറ്റർ മാത്രമല്ല, പോയറ്റും ആർട്ടിസ്റ്റും ഫിലോസഫറും ഒക്കെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്ക്സ് ഇവിടെ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്ക്സ്, അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് ദ പ്രോഫറ്റ്, ദ മാഡ്മാൻ, ദ ബ്രോക്കൺ വിങ്സ് എന്നിവയാണ്. പിന്നെ ഖലീൽ ജിബ്രാൻ പാസ്ഡ് അവേ ഓൺ April 10, 1931 ഇൻ ന്യൂയോർക്ക് സിറ്റി, USA. ലാസ്റ്റിലാണ് എഴുതേണ്ടത്. നമ്മുടെ പോയറ്റ് എന്നാണോ മരിച്ചത്, മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചത് എന്നാണെന്നുള്ള ലാസ്റ്റിലാണ് എഴുതേണ്ടത്. ജനിച്ചത് ഫസ്റ്റും മരിച്ചത് ലാസ്റ്റും എഴുതുക. അതിന്റെ ഇടയിൽ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതുക. അപ്പൊ മരിച്ചത് എന്നാണ്? April 10, 1931 ന്യൂയോർക്ക് സിറ്റിയിലെ, USA ന്യൂയോർക്ക് സിറ്റിയിലാണ് മരിച്ചത്. മരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബട്ട് ഹിസ് ലെഗസി ലിവ്സ് ഓൺ ത്രൂ ഔട്ട് ഹിസ് ടൈംലെസ് വർക്ക്. അദ്ദേഹത്തിന്റെ ഈ ഒരു കവിതയും സോങ്സും പോയംസും അതുപോലെ തന്നെ സ്റ്റോറീസ് ഒക്കെ ആയിട്ട് അദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം നമ്മളിലൂടെ അങ്ങ് ജീവിക്കല്ലേ. അദ്ദേഹത്തിന്റെ പോയംസും സ്റ്റോറീസ് ഒക്കെ നമ്മളിങ്ങനെ വായിക്കുന്നതോടൊപ്പം നമ്മളിലൂടെ അദ്ദേഹം ജീവിക്കല്ലേ മരിച്ചിട്ടുണ്ടെങ്കിലും. അതാണ് പറയുന്നത്. അത് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയി ചിന്തിക്കേണ്ട. നിങ്ങൾ മരിച്ചത് വരെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഖലീൽ ജിബ്രാൻ പാസ്ഡ് അവേ ഓൺ April 10, 1931 ഇൻ ന്യൂയോർക്ക് സിറ്റി, USA എന്ന് നിർത്താം. ഇപ്പൊ പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾ ഈ കാര്യം മാത്രം നോക്കി വെച്ചാൽ മതി. ഫസ്റ്റ് നെയിം ഓഫ് ദി പേഴ്സൺ എഴുതുക, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ പ്ലേസ് ഓഫ് ബർത്ത്, നെയിം ഓഫ് ദി പാരന്റ്സ്, എഡ്യൂക്കേഷൻ, ബുക്സ് ഓർ വർക്ക്സ്, അവാർഡ്സ്, ഡെത്ത്. ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് പഠിച്ചു വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ എഴുതിയാൽ മതി. ഇത് പാറ്റേൺ പഠിച്ചു വെച്ചാൽ നമുക്ക് എക്സാമ്പിൾ തരുമ്പോൾ അതിൽ നോക്കുക, ഇതിൽ ഏതാണ് തന്നിരിക്കുന്നത് നോക്കുക, എന്നിട്ട് അതുപോലെ എഴുതിയാൽ മതി. അപ്പൊ കറക്റ്റ് ഒരു പ്രൊഫൈൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇതില്ലാണ്ട് ഒരു പ്രൊഫൈലിന്റെ ക്വസ്റ്റ്യൻ വരാണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവില്ല. സോ ഇറ്റ്സ് എ മസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരു പ്രൊഫൈൽ എഴുതുന്നത് എങ്ങനെയാണ് നോക്കി വെക്കുക. 5 മാർക്സ് എങ്ങനെയെങ്കിലും സ്കോർ ചെയ്യാൻ നോക്കാം കേട്ടോ. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും പ്രൊഫൈൽ പഠിച്ചാല്. സോ അത് മറക്കരുത്. പ്രൊഫൈൽ ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് വരുന്നത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എഡിറ്റിംഗ് ചിലപ്പോൾ 3 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിന് സാധാരണ കാണാറില്ല. 3 മാർക്കിന് തന്നെയാണ് കണ്ടു വന്നിട്ടുള്ളത്. എഡിറ്റിംഗ് മെയിൻ പേരിൽ ഒന്ന് ടെൻസ് ആണ്. അതായത് ചിലപ്പോ സ്റ്റോറിയുടെ ബാക്കിയൊക്കെ തന്നിട്ട് ചിലപ്പോൾ അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോറി ആയിരിക്കും, പക്ഷെ കഴിഞ്ഞു പോയ പാസ്റ്റിലായിരിക്കും ടെൻസ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് മാറ്റി കൊടുക്കാനായിരിക്കും ചിലപ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അതായത് ഇപ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ജംബിൾഡ് ഓർഡർ ഒക്കെ ആയിരിക്കും. ഇപ്പൊ റൈറ്റ് എന്നുള്ള സ്പെല്ലിംഗ് അല്ലേ, RIGHT എന്നുള്ളത് ചിലപ്പം RAIT എന്നൊക്കെ തരും. സ്പെല്ലിംഗ് തെറ്റിച്ച് തരും. അപ്പൊ നിങ്ങൾ അത് സ്പെല്ലിംഗ് കറക്റ്റ് ആക്കി എഴുതുക.
പിന്നെ പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ ചില നേരത്ത് കോമ, ഇപ്പൊ മാൻസ് എന്നൊക്കെ എഴുതുമ്പോൾ MAN കഴിഞ്ഞിട്ട് ഒരു മേലെ ഒരു അപ്പോസ്ട്രോഫി കോമ ഇടൂലേ, അത് കഴിഞ്ഞിട്ടാണ് ഒരു എസ് ഇടുക നമ്മൾ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ മേലേൽ ആ കോമ ഇല്ലെങ്കിൽ ചിലപ്പം ഒരു ലൈന് തരും, അവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് തരും, നിങ്ങൾ അത് എഡിറ്റ് ചെയ്യണം പറഞ്ഞിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഒക്കെ കഴിഞ്ഞാൽ സെന്റൻസ് തുടങ്ങുന്ന നേരത്ത് നമ്മൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. സ്മോൾ ലെറ്റർ ആണെങ്കിൽ അവിടെയും നമ്മൾ ചേഞ്ച് വരുത്തണം. അപ്പൊ എഡിറ്റിംഗ് സിമ്പിൾ ആണ് സാധാരണ ഉണ്ടാവും. ഒരു 3 മാർക്കിനൊക്കെ ആണെങ്കിൽ ഒന്ന് ടെൻസ് ആയിരിക്കും, ഒന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, ഒന്ന് ഇങ്ങനെ പങ്ക്ച്വേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ സ്മോൾ ലെറ്റർ ഒക്കെ തരും, നിങ്ങളത് ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ ആക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് സാധാരണ തരല്. എഡിറ്റിംഗും ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കോൺവെർസേഷൻ, അതൊരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോൺവെർസേഷൻ ചോദിക്കാറുണ്ട് ഒരു 3 മാർക്കിന്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡ്രൈവറും റോസാ പാർക്സും തമ്മിലൊരു കോൺവെർസേഷൻ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, അതന്നെ പഠിച്ചു വെക്കുക. ഞാനത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് കോൺവെർസേഷൻ തരുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യം പറഞ്ഞിട്ട് ഒരാൾ കോൺവെർസേഷൻ തരും, അയാൾ പറഞ്ഞത് തരും, പിന്നെ നെക്സ്റ്റ് ആള് പറയേണ്ടതായിരിക്കും നിങ്ങൾക്ക് എഴുതേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അല്ലാതെ മൊത്തത്തിൽ പുള്ളി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരില്ല. ചിലത് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തു വെക്കും, ബാക്കി നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ട രീതിയിലാണ് ചിലതൊക്കെ വരിക. സോ അത് നോക്കി വെക്കുക. പിന്നെ വരുന്നതാണ് ഈ ഫ്രേസൽ വേർഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രാമർ പാർട്ടാണ്. ഫ്രേസൽ വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് നമ്മൾ വേർഡ്സ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നതിന് പകരം ഒരു വേർഡ്സ് ഒരു പ്രത്യേക രൂപത്തിൽ ചെയ്യുന്നതിനാണ് ഈ ഫ്രേസൽ വേർഡ്സ് എന്ന് പറയുക. നിങ്ങൾ കാണാൻ പഠിക്കാൻ തന്നെ വേണ്ടി വരും ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ. കാരണം ഇത് നമുക്ക് ചിലപ്പോ മീനിങ്സ് വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റൂല. ചില സമയത്ത് മീനിങ്സ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഗെറ്റ് അപ്പ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് വേക്കപ്പ് എന്നാണ്. അപ്പൊ ചില ഫ്രേസില് നിങ്ങൾക്ക് എന്തെങ്കിലും സെന്റൻസ് ഒക്കെ തന്നിട്ട് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കും, അതായത് ബ്ലാങ്ക് ആക്കിയിടും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെയാണ് ഫ്രേസൽ വേർബ്സ് വരിക. താഴെ ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുക്കും. അപ്പൊ അതിന് നേരെ യോജിച്ച് നിങ്ങൾ എടുത്ത് എഴുതാനാണ് പറയാം. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വേക്കപ്പ് എന്നുള്ള മീനിങ് ആണ്. ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ ലീവ് ഹോം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഗോ എന്ന് പറഞ്ഞാൽ ലീവ് എന്നല്ലേ, അപ്പൊ ഗോ ഔട്ട്, ലീവ് ഹോം, ആ ഒരു രീതിയിൽ ഒരു കണക്ഷൻ വെച്ചിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ ഈസി ആയിരിക്കും. ആൻഡ് കം ബാക്ക് എന്ന് പറഞ്ഞാൽ ടു റിട്ടേൺ, തിരിച്ചു വരിക. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ റിമൂവ്, നമ്മൾ ഡ്രസ്സൊക്കെ ഊരി മാറ്റൂല, അതിനാണ് റിമൂവ് എന്നുള്ള രീതിയിൽ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വെയർ, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പുട്ട് ഓൺ, വെയർ. ആൻഡ് പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞ വേറെ സംഭവം ഉണ്ട്, ഇതിൽ കൊടുത്തിട്ടില്ല. ടു ടോളറേറ്റ് എന്നാണ്, സഹിക്കുക എന്നാണ് പുട്ട് അപ്പ് വിത്ത്. ഇത് രണ്ടും എപ്പോഴെപ്പോഴും കാണുന്നതാണ്, പുട്ട് ഓണും വെയറും. ആൻഡ് പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്. ആൻഡ് പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പോൺ, മാറ്റി വെക്കുക. ടേക്ക് അവേ, ടു റിമൂവ്. ടേക്ക് ഓഫും ടേക്ക് എവേയും റിമൂവ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് പഠിച്ചേക്കുക. പിക്കപ്പ് എന്ന് പറഞ്ഞാൽ കളക്ട്, ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആൻഡ് ഡിസ്കവർ, കണ്ടുപിടിക്കുക. അപ്പൊ സാധാരണ ചോദിക്കുന്ന ഫ്രേസൽ വേർഡ്സ് ഇത്രയാണ്. കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ലൈവ് സെഷനിലൂടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓരോ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അത് എഴുതുക എന്നുള്ളതും ഫോർമാറ്റും ഒരു എക്സാമ്പിളും വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതില് ഈ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററും അതുപോലെ തന്നെ റോസാ പാർക്ക് സ്റ്റാറ്റ് സ്റ്റിൽ എന്ന ചാപ്റ്ററും നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന ചാപ്റ്ററും ഫസ്റ്റ് ആയിട്ട് നോക്കി തന്നെ പോകണം. കാരണം എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉള്ള ഒരു 3 ചാപ്റ്റേഴ്സ് ആണ് അത്. അതിൽ നിന്ന് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, ലെറ്റർ, ഡയറി, പോസ്റ്റർ, സ്പീച്ച് ഒക്കെ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. 3 ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ട് പോകാം. നമ്മുടെ ലൈവ് ഇത്രയേ ഉള്ളൂ. നമ്മള് 3ഉം 4ഉം യൂണിറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ നിർത്താണ്. ബൈ.